നമസ്കാരം. നിലമ്പൂരിൽ വിജയക്കൊടി പാറിച്ച് ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടക്കുന്ന UDF. ആത്മവിശ്വാസം കൂടിയതിൻ്റെ പേരിലോ ധാർഷ്ട്യ നിലപാടുകളുടെ പേരിലോ 5 ഉപതെരഞ്ഞെടുപ്പിൽ 4ലും തോറ്റ അവസാനം സിറ്റിംഗ് സീറ്റ് വരെ നഷ്ടപ്പെടുത്തി LDF. തന്ത്രങ്ങളൊന്നും ഫലിക്കാതെ BJP. തോറ്റെങ്കിലും രാജാവായി തന്നെ PV അൻവർ. നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് നടന്ന ഈ സെമി ഫൈനൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്നത് എന്തെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഫാദർ ജോൺസൺ തേക്കടയിൽ. അച്ഛൻ നിലമ്പൂർ സ്വദേശിയാണ്, പൊതുപ്രവർത്തനം കൂടിയാണ്. അച്ഛാ സ്വാഗതം. ഫാദർ ആന്റണി വടക്കേക്കര VC, സീറോ മലബാർ സഭയുടെ മുൻ PROയും വക്താവും മീഡിയ കമ്മീഷന്റെ സെക്രട്ടറിയുമായിരുന്നു അച്ഛൻ. അച്ഛനെയും നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അച്ഛാ സ്വാഗതം. അങ്ങനെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം കൂടി വന്നിരിക്കുകയാണ്. ആദ്യമായി തന്നെ ജോൺസൺ അച്ഛനിലേക്ക് ഒന്ന് പോവാണ്. അച്ഛാ, വളരെ ആത്മവിശ്വാസത്തോടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അത് പ്രഖ്യാപിച്ചതു മുതൽ നീങ്ങിയ UDFനെ, ഒറ്റക്കെട്ടായി നീങ്ങിയ UDFനാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ഒരു വിജയം അത് 3ാം തവണ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്ന LDFൻ്റെ ഒരു വ്യാമോഹത്തിന്, ആ ഒരു മോഹത്തിനേറ്റ തിരിച്ചടിയാണോ? തീർച്ചയായിട്ടും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു പക്ഷെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് LDF സർക്കാർ അതിൽ പങ്കെടുക്കാനായിട്ട് വന്നത് എന്നുള്ള നമുക്കറിയാം. ഫൈനൽ ഡേയിലാണ് അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ അവർ പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ പ്രഖ്യാപിക്കാൻ ഇടയായിത്തീർന്നു. അത് വലിയ ശുഭപ്രതീക്ഷയായിരുന്നു പാർട്ടി അണികൾക്കൊക്കെ നൽകിയത്. ഈ നിലമ്പൂർ, പ്രത്യേകിച്ച് അദ്ദേഹം കുടിയേറ്റ മേഖലകളിലുള്ള ഒരു വ്യക്തിയായിരുന്നു. നല്ല വാക്ചാതുര്യമുള്ള വ്യക്തി, സാഹിത്യ രംഗങ്ങളിലൊക്കെ ശോഭിക്കാൻ കഴിയുന്ന വ്യക്തി, പാർട്ടിയുടെ എല്ലാ ചിന്താധാരയിലൂടെ സഞ്ചരിക്കുന്ന, പാർട്ടി അണികൾക്ക് ആവേശം പകർന്നു കൊടുക്കാൻ കഴിയുന്ന വലിയ വാഗ്മി, വായനക്കാരൻ മാത്രമല്ല നമ്മളുമായിട്ടൊക്കെ അടുത്ത സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്, ഒരു യുവാവും കൂടിയാണ്. അപ്പൊ ആ തലങ്ങളിലൊക്കെ അവർ വളരെ പ്രതീക്ഷ വെച്ചിരുന്നു. എന്നാൽ സംഭവിച്ചത് ഒരല്പം വ്യത്യസ്തമായിട്ടാണ്. പ്രതീക്ഷകളെയൊക്കെ അസ്തമിക്കുമാറ് വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിന് ഇപ്പോൾ കാരണമായിട്ട് പല വിഷയങ്ങൾ എടുക്കുന്നുണ്ട്. ഡിജോ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ ആ കാര്യങ്ങൾ വിശദമാക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. താങ്ക് യു. ബാബുച്ച, സർക്കാരിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി, നമുക്ക് ഈ ഒരു ബൈ ഇലക്ഷനിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുനമ്പം വിഷയം, അതോടൊപ്പം തന്നെ ക്രൈസ്തവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്ന JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ഏകദേശം 2 വർഷത്തോളമായി അത് മന്ത്രിമാരുടെ മേശപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്, പുറത്തേക്ക് വരുന്നില്ല. നമ്മുടെ മെത്രാന്മാരും എല്ലാവരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നൊരു കാര്യമായിരുന്നു JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യം, മലയോര കർഷകരുടെയൊക്കെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും മെത്രാന്മാരൊക്കെ സമരമുഖത്താണ്. ഈ കഴിഞ്ഞ നാളുകളിലൊന്നും, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടൊന്നും കാണാത്ത ചില ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കാണേണ്ടി വന്നത്. അപ്പോൾ അത്തരത്തിൽ നിന്നൊരു സർക്കാർ ഒരു ബൈ ഇലക്ഷന് സമീപിക്കുമ്പോൾ ഒട്ടും തന്നെ ഈ ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ആശങ്കയിൽ ഒരു തരത്തിലുമുള്ള പരിഗണനയും നൽകാതെ ഒരു ബൈ ഇലക്ഷനെ സമീപിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഈ ഒരു ഇലക്ഷൻ സമയത്തും ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു തോൽവി ഇത് സർക്കാരിന് കണ്ണു തുറക്കുമോ? നിലമ്പൂർ ബൈ ഇലക്ഷനിൽ വിജയിച്ച UDFന്റെ സ്ഥാനാർത്ഥി, നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തിന് ആദ്യമേ തന്നെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെയും എല്ലാ മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തി വളരെ നല്ല ഒരു ഫൈറ്റ്, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ കാഴ്ചവെച്ചു എന്നുള്ളത് തീർച്ചയായും ജനാധിപത്യത്തിന് ഭൂഷണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡിജോ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും മറ്റും കുറച്ചു നാളുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ചില സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. വളരെ പ്രത്യേകമായി JB കോശി കമ്മീഷന്റെ നേതൃത്വത്തില് ക്രൈസ്തവ സഭകളിലെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് പഠിക്കാനും അതിന് റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. JB കോശി കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയത്.
ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്നതല്ലാതെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് പുറത്തുവിടാനോ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനോ യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെയും ക്രൈസ്തവരെന്ന് മാത്രമല്ല ഞാൻ പറയുക, നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലുള്ള എല്ലാ മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ വോട്ടർമാർക്ക് വേണ്ടിയിട്ടും ഈ സർക്കാരിനോട് പ്രതികാരം ചോദിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കണക്കിലാക്കാൻ. കാരണം ക്രൈസ്തവ കത്തോലിക്ക സഭാവിഭാഗങ്ങളിലെ പാവപ്പെട്ടവരായ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വ്യക്തികളുടെ അവസ്ഥ മനസ്സിലാക്കി പഠിക്കുകയും അതിനുവേണ്ട ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് JB കോശി കമ്മീഷൻ സമർപ്പിച്ചത് എന്ന് കൃത്യതയോടുകൂടെ മാധ്യമങ്ങളിലൂടെ നാം അറിയുകയുണ്ടായി. നമ്മൾ പല പ്രാവശ്യം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അതിന് ആവശ്യപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ തീരുമാനങ്ങളാക്കി മന്ത്രിസഭ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല എന്നുള്ളത് വളരെ മോശം കാര്യമാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു ഗവൺമെന്റുകളും സ്വീകരിക്കാൻ പാടില്ലാത്ത വിധമുള്ള നിഷ്ക്രിയത്വമാണ് ഈ കാര്യങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നത് എന്ന് ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ തോൽവിയുടെ ഈ സമയത്തെങ്കിലും പിണറായി വിജയൻ സർക്കാർ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെയും നമുക്കൊരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ട്. അദ്ദേഹം എന്തു ചെയ്യുന്നു, ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു, ആർക്കു വേണ്ടി ഭരണം നടത്തുന്നു എന്ന് ക്രൈസ്തവ കത്തോലിക്ക മതവിഭാഗത്തിലെ ജനങ്ങൾക്ക് ആർക്കും അറിവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഈ ഭരണ നേതൃത്വത്തെ കണ്ണു തുറപ്പിക്കാൻ ഈ തോൽവി കാരണമാകുമെങ്കിൽ നന്ന് എന്ന് ഞാൻ പറയട്ടെ. അതോടൊപ്പം തന്നെയും ചൂണ്ടിക്കാണിക്കപ്പെട്ട മറ്റൊരു വിഷയം, മുനമ്പത്തുള്ള കുടിയിറക്കിന്റെ ഭീഷണി നേരിടുന്ന പാവപ്പെട്ടവരായ തീരദേശവാസികള് വഖഫ് എന്ന നിയമത്തിന്റെ പേരിൽ കുടിയിറക്കപ്പെടുന്ന ഒരു മുനമ്പത്ത് നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അവിടെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നത്. എന്നാൽ അവിടെയുള്ള ജനങ്ങള് കഴിഞ്ഞ ഏതാനും ഒരു വർഷത്തോളമായിട്ട് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു നടപടി ഈ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതും ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇപ്രകാരമുള്ള ജനകീയ വിഷയങ്ങളെ, മതപരമായ അല്ല, അത് നമ്മുടെ സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങൾ നേരെ കണ്ണടയ്ക്കുന്ന സർക്കാരിന് നേരെ എത്രയും കൃത്യമായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാർക്ക്, പ്രബുദ്ധരായ ജനാധിപത്യ ബോധമുള്ള മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന വോട്ടർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഒരു അഭിനന്ദനമായി ഇതിനെ കാണേണ്ടതില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക തിരുസഭ ഇതുവരെ നിലപാടുകൾ എടുത്തിരുന്നത്. ഇനി മുൻപോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഗവൺമെന്റ് ആരാണോ അവരെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ ഗവൺമെന്റുകൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ നേതൃത്വങ്ങൾ മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതല്ല എങ്കിൽ പലപ്പോഴും ഇപ്രകാരം ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ മന്ത്രിമാരുടെ മന്ത്രിമന്ദിരങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കയറി ഇറങ്ങി നമ്മുടെ ചെരുപ്പ് തെയ്യുന്നു എന്നല്ലാതെ കാര്യങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ ജനങ്ങൾ നേരിട്ട മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു ക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഞങ്ങളാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തത് എന്ന് മേടി നടിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് മാസങ്ങളായിട്ടും ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നപ്പോ ഈ ബൈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കേളിക്കുട്ട് തുടങ്ങി അതിന്റെ ഇലക്ഷന് വേണ്ടി അടുത്ത ദിവസങ്ങളിലാണ് പ്രഖ്യാപിച്ചത് ഏറ്റവും അടുത്ത ദിവസം തന്നെയും ക്ഷേമ പെൻഷൻ നൽകുമെന്ന്. ഈ ബൈ ഇലക്ഷന്റെ റിസൾട്ട് വന്ന് ഇന്നുവരെയും ആ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെയും ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു വിഷയമെന്ന് എനിക്ക് തോന്നുന്നത്, വലിയൊരു വിഭാഗം യുവാക്കന്മാർ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും കണ്ണടയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ? വിദ്യാഭ്യാസത്തിന് വേണ്ടി, മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്രകാരം നമ്മുടെ യുവാക്കന്മാര് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന സാഹചര്യം ഉണ്ടാകാൻ കാരണം യാതൊരു തരത്തിലുമുള്ള ഭാവനയില്ലാത്ത, ഭാവിയെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ഗവൺമെന്റുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
അതുകൊണ്ട് തന്നെയും നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ തൊഴിൽ മേഖല, നമ്മുടെ യുവാക്കന്മാർക്ക് സാധ്യതയുള്ള എല്ലാ മേഖലകളും തുറന്നിടണം എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. അതിന് PSC പോലുള്ള നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു, ക്വാളിഫൈഡ് ആയി ജോലിക്ക് വേണ്ടി നോക്കിക്കാത്തിരിക്കുന്ന നമ്മുടെ യുവാക്കന്മാർക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനകൾ നൽകാതെ പിൻവാതിൽ നിയമനങ്ങൾ മാത്രം നൽകിക്കൊണ്ട്, രാഷ്ട്രീയപരമായ നിയമനങ്ങൾ മാത്രം നൽകിക്കൊണ്ട്, പാർട്ടിക്കാരാണെങ്കിൽ അവർക്ക് ജോലിയുണ്ട് എന്നുള്ളൊരു സാഹചര്യം മാത്രം വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു കാലത്തും ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭൂഷണമല്ല. കേരളം പോലെ സാംസ്കാരികമായ ഔന്നിത്യമുള്ള ഒരു നാട്ടിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെ വെച്ചുപൊറുപ്പിക്കുക സാധ്യമല്ല എന്നുള്ളത് കൃത്യതയോടുകൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം കൂടിയില്ലേ, എന്താണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ എത്രമാത്രം പേരെയാണ് കുത്തിത്തിരികിയിരിക്കുന്നത്. കേരളത്തിലല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിൽ ഒരു സംസ്ഥാനത്തും കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ലഭിക്കുമെന്ന കാരണത്താൽ 84ഓളം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പായി പിണറായി വിജയന്റെ 2ാം സർക്കാരിൽ ജോലി ചെയ്ത് അവര് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു പുതിയ ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള നിയമനങ്ങളിലൂടെ PSC വഴിയും മറ്റു ഉദ്യോഗാർത്ഥികളായി വിദ്യാഭ്യാസ യോഗ്യതയുള്ള കഴിവും ശേഷിയുമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നിയമനങ്ങൾ നൽകി പേഴ്സണൽ സ്റ്റാഫിൽ പോലും വലിയ ഒരു തുക ശമ്പള ഇനത്തിലും അതുപോലെ തന്നെ അവർക്ക് പെൻഷനായി നൽകിക്കൊണ്ട് ഈ ജനാധിപത്യ രാഷ്ട്രീയ കേരളത്തിന് നേരെ കൊഞ്ചനം കുത്തുന്ന ഇപ്രകാരമുള്ള നടപടികൾ ഈ സർക്കാർ അവസാനിപ്പിക്കണമെന്നുള്ള കൃത്യതയുള്ള ഒരു താക്കീതാണ് കേരള സർക്കാരിന്, ഇടതുപക്ഷ ഗവൺമെന്റിന്, പിണറായി വിജയന് നിലമ്പൂരിൽ ജനങ്ങൾ നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയും നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ജനവിഭാഗങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള ചർച്ചകളിലും സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു ജനവിധിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. ജോൺസൺ അച്ഛൻ നമ്മുടെ തന്നെ ഈ ഒരു ഇലക്ഷന് തൊട്ട് മുമ്പ് അവിടെ നിലമ്പൂരിൽ 3 രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ ജനങ്ങൾ വിഭാഗങ്ങളുടെ ഇടയിലും എല്ലാം ഒരുപാട് പ്രവർത്തിച്ച് നമ്മൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിലൂടെ പോയതാണ്. ആ സമയത്ത് ഇപ്പോൾ ബാബുച്ചൻ പറഞ്ഞിരുന്ന, വടക്കേരച്ചൻ പറഞ്ഞിരുന്ന ആ ഒരു സർക്കാരിനെതിരുള്ള ഒരു ജനവികാരം അത് അവിടെ നിന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ആരംഭത്തിൽ തന്നെ ഡിജോനോട് പേഴ്സണലായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു മാർജിനോട് കൂടി ആയിരിക്കും ഇവിടുത്തെ വിജയം നിശ്ചയിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറെ പൊളിറ്റിക്കൽ ജിമിക്സ് ഒക്കെ വന്നു. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ശ്രീ PV അൻവർ രാജിവെച്ച സമയം, അത് എന്തിനാണ് രാജിവെച്ചത് എന്നുള്ളൊരു ചോദ്യം സാമാന്യ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴത്തെ സർക്കാരിനെതിരെയുള്ള ഒരു നിലപാടുമായിട്ടാണ് രാജിക്കത്ത് കൊടുത്തതെന്നാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ജനവിധി തേടാനായിട്ട് വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ കൈക്കൊള്ളുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ജനങ്ങളുടെ മധ്യത്തിലൂടെ നമ്മൾ ചോദിച്ചപ്പോൾ അതിനകത്ത് ആരും പറയാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്നോട് ഇത് കേൾക്കുന്ന ആർക്കും വിരോധം തോന്നരുത്. ഞാനിത് ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്. കാരണം ഞാനൊരു നൽബൂക്കാരനാണ്, ഞാൻ വോട്ട് ചെയ്തവനാണ്. എനിക്ക് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. ഇവിടെ ജയിച്ചതായിട്ടുള്ള MLA അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെട്ട കാര്യം തന്നെ ആദ്യമേ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അദ്ദേഹവും മറ്റു പാർട്ടി നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചത്. അതുപോലെ തന്നെ മോഹൻ ജോർജ് ആണെങ്കിൽ, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണെങ്കിൽ എൻ്റെ സീനിയറാണ്. അദ്ദേഹത്തിന്റെ സഹോദരനും ഞാനും സെയിം കാലഘട്ടത്തിൽ കോളേജിൽ പഠിച്ചവരാണ്. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങളും നല്ല അടുപ്പവും ഉണ്ട്. മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ അവരോടൊപ്പം പല മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ 2 കാര്യങ്ങൾ വിശദമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് ആദ്യമേ എൻ്റെ അടുക്കൽ ഒരു ജമാഅത്തെ ഇസ്ലാമിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്, ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദറെ, ഈ പ്രാവശ്യം ഞങ്ങൾ അൻവറിനെയാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ എടുത്തു ചോദിച്ചു, നിങ്ങൾ അൻവറുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുമോ? അതെ, ഞങ്ങൾ അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുന്നത്, അതാണ് നടത്താൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇദ്ദേഹം നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് അതിന്റെ ശേഷമാണ് വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല വെൽഫെയർ പാർട്ടിയിലുള്ളത് വേറെയും പല ക്രിസ്റ്റോ ഒക്കെ അതിനകത്തുള്ളതാണ്. അപ്പൊ അവര് പിന്തുണ പ്രഖ്യാപിച്ച UDF-നാണ്. അപ്പൊ അതിന്റെ വൈരുദ്ധ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഞാൻ
അവരിൽപ്പെട്ട പല ആളുകളുമായിട്ട്, ഈ ചെറുപ്പക്കാരനടക്കം പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത് UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു തന്ത്രമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ക്രൈസ്തവ മേഖലയിൽപ്പെട്ട ആളുകള്, അതുപോലെ ഹൈന്ദവ സഹോദരങ്ങള്, അവരെല്ലാം തന്നെ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന MLA-യുമായിട്ട് ഒരു അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാർട്ടിക്കാര് അവർക്ക് അനുകൂലമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു മത തീവ്രവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാവുന്നു എന്ന പ്രചരണം വരികയും തൽഫലമായിട്ട് ബാക്കിയുള്ള കമ്മ്യൂണിറ്റി എല്ലാം തന്നെ അവരിൽ നിന്ന് അകലുകയും ചെയ്യുമെന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിം ആയിരുന്നു വാസ്തവത്തില്. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ഈ റിസൾട്ട് കാണുമ്പോൾ ഞാൻ അന്ന് ഇതെനിക്ക് തോന്നുന്നത്, ഞാൻ ഡിജോയുമായിട്ട് ഈ കാര്യം നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്, നമ്മൾ ചാനൽ ചർച്ചയിൽ വരാതിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞാണ് സംഭവിക്കാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലുള്ള സംഘടനകൾ ശ്രീ PV അൻവറിനായിരിക്കും വോട്ട് കുത്തുക, അല്ലാതെ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അത് ലഭിക്കയില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. കാരണം എനിക്കറിയാം ഇവരുടെ പൾസ്, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നുള്ളത് അറിയാം. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു മതേതരത്വ കാഴ്ചപ്പാടുള്ളവൻ മാത്രമല്ല, മതേതരത്വ കാഴ്ചപ്പാടോട് ജീവിക്കുകയും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി എക്കാലവും ശബ്ദിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് ജിയുടെ മകനും കൂടിയാണ്. അപ്പൊ ആ ഒരു വലിയ ലെഗസിയുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ക്രൈസ്തവ സമൂഹത്തോട് എപ്പോഴും അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അപ്പൊ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഒരു കാരണവശാലും ഈ ജമാഅത്തെ ഇസ്ലാമിക്കോ SDPIക്കോ സാധിക്കുകയില്ല. ഞാനും ഈ രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു കമ്പാരിസൺ പറയാണ്. എന്നെയും ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെയും കൂടെ നിർത്തിയിട്ട് ആരെയാണ് നിങ്ങളെ വെറുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചൂണ്ടി പറയുന്നത് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ആയിരിക്കും. അത്രമാത്രം അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ പാഠം എന്നൊരു വിലാപം എന്ന് പറയുന്ന ഒരു സിനിമ, അതോടൊപ്പം തന്നെ ദൈവനാമത്തിൽ, ഈ രണ്ട് വലിയ സിനിമകൾ അന്തർദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാർജിച്ച രണ്ട് സിനിമകൾ നിർമ്മിച്ചതും അത് കൊണ്ടുവന്നതൊക്കെ ഈ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്താണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള അവരുടെ വാശിയും വൈരാഗ്യവും തീർത്താൽ തീർന്നല്ല. പക്ഷേ അത് ശ്രീ PV അൻവർ സാഹിബും ഈ ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ഒരുക്കിയതായിട്ടുള്ള ഒരു കെണിയായിരുന്നു. അത് തിരിച്ചറിയാൻ കഴിയാതെ പ്രതിപക്ഷ നേതാവ് അടക്കം പലരും ആ കെണിയിൽ വീണു എന്നുള്ള ഒരു സങ്കടം നമുക്കൊക്കെ ഉണ്ട്. അത് ക്രൈസ്തവ മേഖലയിൽ ഒരു വലിയ ചലനമുണ്ടാക്കി. നമുക്കറിയാവുന്ന പോലെ ഡിജോയുടെ ആവശ്യപ്രകാരം തന്നെ ഗുഡ്നസ് TVക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇന്റർവ്യൂ നമ്മുടെ ബഹുമാനനായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഞാൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു തന്മയത്വം ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ശ്രീ PV അൻവറിനെ മാറ്റി നിർത്താനായിട്ട് ഇടയായിത്തീർന്നതും ഈ വിജയത്തിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇടയായിത്തീർന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, പ്രതിപക്ഷ നേതാവായിട്ട് മറ്റാരായിരുന്നെങ്കിലും ശ്രീ PV അൻവറുമായിട്ട് യോജിച്ചു പോവുകയും അത് ഒരു പക്ഷെങ്കിൽ ഇവിടുത്തെ കാൻഡിഡേറ്റിന്റെ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെ എന്ന് യാതൊരു സംശയമില്ല. ഞാൻ സംസാരിക്കുന്നത് ഒരു നിലമ്പൂർക്കാരനായിട്ടാണ്. നിലമ്പൂരിലെ ജനതയുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലല്ല. ഇവിടുത്തെ സാമാന്യ ജനങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി, അവരോടൊപ്പം സഞ്ചരിക്കുന്ന, താഴേക്കടയിൽ ഉള്ള ആളുകളുമായിട്ട് പോലും സംസാരിക്കുകയും ഇടപെടുകയും അവരുമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അവരുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങളാണ് പരിഹരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ UDF-നെ കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ശക്തമായ നേതൃത്വം കൊടുക്കാൻ ശ്രീ നമ്മുടെ VD സതീശൻ സാറിന് സാധിച്ചു എന്നുള്ള സത്യമാണ്. അദ്ദേഹത്തോട് നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഇതാണ്: എന്തിനാണ് അങ്ങ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കാൻ പോയത്? ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ചാനലിൽ തന്നെ അത് പ്രക്ഷേപണം ചെയ്തല്ലോ. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, അത് എന്റെ വാക്കുകളല്ല, ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. വാക്കുകളായിട്ട് കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവിടെ ഒരുപാട് രാഷ്ട്രീയ ഗെയിംസ് ഇതിന്റെ ഇടയിൽ നടന്നു. ആ ഗെയിംസിൽ ഒന്നും തന്നെ ഇവിടുത്തെ സാധാരണ പോയില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം ആര് ജയിക്കണം. പിടിച്ചതായിട്ടുള്ള ശ്രീ PV അൻവർ പിടിച്ചതായിട്ടുള്ള വോട്ടുകൾ ഒന്നും തന്നെ മതേതരത്വവാദികളുടെ വോട്ടുകളല്ല എന്നുള്ളതും കൂടെ എല്ലാവരും അറിയണം. ശരിക്കും മതേതരവാദികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകളെല്ലാം തന്നെ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനും അതുപോലെ ഇടതുപക്ഷത്തിലേക്കും നീങ്ങി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ച ഒരു ചരിത്രം. തീർച്ചയായിട്ടും
ഈ ഒരു കാര്യം വരുമ്പോൾ വർഗീയത ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കാരണം രണ്ട് മുന്നണികളും, ഇപ്പോൾ അത് UDF ആയിരിക്കോട്ടെ LDF ആയിരിക്കോട്ടെ, പ്രത്യേകിച്ച് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്തായിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നതും. ആ സമയത്ത് പോലും പരസ്യമായി തന്നെ ഇസ്രയേലിനെ തള്ളിപ്പറയാൻ മുന്നണികളും മത്സരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം അവിടെയുള്ള ഒരു ഒരു മുസ്ലിം ഭൂരിപക്ഷം കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടുകൾ ലഭിക്കാൻ എന്ന രീതിയിലൊക്കെ ആയിരിക്കാം. എങ്കിലും മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയാണ് അവരവിടെ വെച്ചിരുന്നത് മലപ്പുറത്ത്. അതൊരു പക്ഷേ ക്രൈസ്തവരുടെ വോട്ടുകളെല്ലാം ഏകീകരിക്കുക. നമുക്കറിയാം ഇതൊരു എന്താ പറയുക, ഒരു മലയോര കർഷകരുടെ മേഖലയാണ്. മലയോര കർഷകർ ഒരുപാട് പേർക്ക് വേണ്ടി, ഇപ്പോൾ ക്രൈസ്തവരായാലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന മേഖലയാണ്. അപ്പോൾ അവിടെയെല്ലാം ക്രൈസ്തവ വോട്ടുകളെല്ലാം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് BJP ഒരു ക്രൈസ്തവനെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. എനിക്ക് വടക്കേക്കരച്ചനോടാണ്, അച്ചാൽ ഈ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം, ഈ ഒരു തന്ത്രം BJPയുടെ അത് യഥാർത്ഥത്തിൽ ഫലവത്തായില്ലേ? അല്ലെങ്കിൽ ക്രൈസ്തവനെ വെച്ചാൽ ക്രിസ്ത്യാനികളെല്ലാം BJPക്ക് വോട്ട് ചെയ്യും എന്നൊരു ധാരണ BJPക്ക് ഉണ്ടോ? മതവും രാഷ്ട്രീയവും പരസ്പരം കലർത്തപ്പെടാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയും മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോ തിരിച്ച് രാഷ്ട്രീയം മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതോ ഒട്ടും ആശാസ്യകരമല്ല എന്ന് തന്നെയും ഞാൻ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മത തീവ്രവാദം എന്ത് തന്നെയായാലും അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ചോദ്യം, NDA സഖ്യം ഒരു ക്രൈസ്തവനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിലൂടെ നൽകിയ സന്ദേശം എന്താണ് എന്ന ചോദ്യത്തിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും രാജിവെപ്പിച്ച് രായ്ക്ക് രായ്മാനം എന്ന് പറയുന്നത് പോലെ നോമിനേഷൻ കൊടുക്കുന്നതിന് ആ ദിവസം തന്നെയും BJP അംഗത്വം കൊടുത്ത് ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ ഔന്നത്യം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDA സഖ്യവും ഒക്കെ പല ആവർത്തി നമ്മുടെ അരമനകളിലൂടെയും നമ്മുടെ വൈദികരുടെ അടുക്കലും മത നേതാക്കന്മാരുടെ അടുക്കലും ഒക്കെ വന്നു പോകാറുണ്ട്. പക്ഷെ അപ്രകാരമുള്ള ഗിമിക്കുകൾ കൊണ്ടൊന്നും സാംസ്കാരികമായ ഔന്നത്യമുള്ള ജനാധിപത്യ ബോധമുള്ള നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരെ ഇനി കബളിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾ തിരിച്ചറിയണം. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള കുറ്റപത്രമായിട്ടല്ല ഞാൻ പറയുക, മറിച്ച് ഹിന്ദുത്വ അജണ്ട കൃത്യമായി നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് എപ്രകാരമാണ് മറ്റു മതവിശ്വാസികളെ ഇൻക്ലൂസീവായി കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്? പലപ്പോഴും സംസാരങ്ങളിൽ അപ്രകാരമൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം മുനമ്പത്ത് പോലും സംഭവിച്ച കാര്യം എന്താണ്, നമ്മൾക്ക് പ്രതീക്ഷിച്ച കാര്യമല്ല. ഞാൻ 2 ദിവസം മുനമ്പത്ത് പോയി മുനമ്പത്ത് സമരമിരിക്കുന്ന ജനങ്ങളോടൊപ്പം ഇരുന്ന ഒരാളാണ്. അവിടെ വെച്ച് പല ആവർത്തി ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങളെയും കണ്ടതാണ്. അപ്പോഴൊക്കെയും ഞങ്ങളുടെ പ്രത്യാശ എന്തായിരുന്നു? മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ പ്രത്യാശ എന്തായിരുന്നു? കേന്ദ്ര ഗവൺമെന്റ് ഈ അമെന്റ്മെന്റ്, വഖഫ് ബില്ലിന്റെ അമെന്റ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്ഥലങ്ങളൊക്കെയും നികുതി അടയ്ക്കാവുന്ന രീതിയിൽ റവന്യൂ അധികാരങ്ങളോടുകൂടി തിരിച്ചു കിട്ടും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം അമെന്റ്മെന്റ് നടത്തിയതിനു ശേഷം കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു മുനമ്പത്ത് വന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമല്ല, ഇനിയും ഇതിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായ വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നും സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യങ്ങൾ റോള് വഹിക്കാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. നാളിതുവരെ ആയില്ലേ, ഇത്രയും ദിവസമായിട്ടും മുനമ്പത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവർക്ക് ഭൂമി കരമടച്ചുകൊണ്ട് സ്വന്തമായി ഉപയോഗിക്കാൻ, അത് ക്രയവിക്രയം ചെയ്യാൻ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരുടെ പെൺമക്കളെ കെട്ടിച്ചുവിടാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ ആ സ്ഥലം ഈടുവെക്കാൻ അവരെ കൊണ്ട് സാധിക്കൂ. ആ സ്ഥലം നാളുകളായി, വർഷങ്ങളായി, അത് ദശാബ്ദങ്ങളായി അവരും അവരുടെ മാതാപിതാക്കന്മാരും തലമുറകളായി ജീവിച്ചുകൊണ്ടിരുന്ന ഇടങ്ങളിൽ നിന്നും കുടിയിറക്ക് നേരിടുന്ന ഒരു ജനവിഭാഗത്തിന്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു പറ്റിച്ചിട്ട് അതിൽ വശംവദനായി പോയ കുറച്ചെങ്കിലും പേര്
രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില ആശയങ്ങളുടെ ഒന്നിന്റെയും പേരിലല്ലാതെ സ്ഥലം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി മാത്രം BJP-യിൽ ചേർന്നതായി നമ്മൾ കണ്ടത് ആ ദിവസങ്ങളിൽ. ഏകദേശം 50ഓളം പേര് അവിടെ BJP-യിൽ അംഗത്വം എടുത്തു. എന്നിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും അവർക്ക് അവരുടെ ഭൂമിയുടെ അവകാശങ്ങൾ കൊടുക്കാനായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയും ഇതൊക്കെയും കേവലം രാഷ്ട്രീയപരമായ നേട്ടത്തിന് മാത്രമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് തീർച്ചയായും വിമർശനമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് നേരിടുക എന്നുള്ളതല്ല, ഏതെങ്കിലും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ ജോൺസൺ സൂചിപ്പിച്ചതുപോലെ ഒരു തികഞ്ഞ മതേതരവാദിയായി നിലമ്പൂരില് ഏകദേശം 19-30 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ ലെഗസി പേറുന്ന ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു വന്നു എന്നുള്ളത് മതേതര വിശ്വാസികൾക്ക് ആശ്വാസകരമാണ് എന്ന് പറയുമ്പോൾ തന്നെയും ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള അദ്ദേഹത്തിന് മുൻപോട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ MLA ആയുള്ള ഇനിയുള്ള കുറച്ച് നാളുകൾ മാത്രം, മാസങ്ങൾ മാത്രമേ പിണറായി വിജയന്റെ 2ാം ഗവൺമെന്റിന് ബാക്കിയുള്ളൂ എന്ന് നമുക്കറിയാം. ആര്യാടൻ ഷൗക്കത്തിന് തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ബാപ്പയുടെ ലെഗസി പേറുന്നു എന്ന് മാത്രമല്ല, ഞാനും ഒരു ജനകീയനാണ്, അതല്ലെങ്കിൽ ഞാനും ഒരു മതേതരനാണ് എന്ന് നാളിതുവരെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇനി മുൻപോട്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതിലൂടെ മാത്രമേ രാഷ്ട്രീയപരമായി ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ വീണ്ടും അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെയും കേരളം മുഴുവനായും ഒരു ഇലക്ഷനിലേക്ക് പോകേണ്ടുന്ന, പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വരും. അല്ലെങ്കിൽ തിരിച്ചടി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഒരു വാർണിംഗ് എന്ന രീതിയിൽ ആരെയും വാൺ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു കോഷൻ പറയുകയാണ്. മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ എപ്രകാരമാണോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക, ഇപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി മുൻപോട്ടും ആ സംസാരങ്ങൾ പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ മാത്രമേ മുൻപോട്ടും ഇനിയും ഇലക്ഷനുകൾ വരും, ഇനിയും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. കോൺഗ്രസിനും UDF-നും ഇനിയും വിജയിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ CPM-നും ഇടതുപക്ഷത്തിനും വിജയിക്കണമെങ്കിൽ നാളിതുവരെ പുലർത്തിപ്പോന്ന രാഷ്ട്രീയപരമായ പക്ഷപാതിത്വം ഇല്ലാത്ത രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ നമുക്കറിയാമല്ലോ, വെൽഫെയർ പാർട്ടി UDF-ന് ഓപ്പൺ ആയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് കണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി PDP പിന്തുണ പ്രഖ്യാപിച്ചു. 2 ഭാഗങ്ങളിലും ഇപ്രകാരം മത തീവ്രവാദം പുലർത്തുന്ന ചില വ്യക്തികളെയും സംഘടനകളെയും താലോലിക്കുന്നത് വഴിയായി നിലമ്പൂരിലെ ജനവിഭാഗങ്ങൾ കൃത്യതയോടുകൂടി ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുക. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, അവിടെ കഴിഞ്ഞ 9 വർഷങ്ങളായി MLA ആയിരുന്ന ശ്രീ PV അൻവർ രാജിവെച്ചത് വഴിയായിട്ടാണല്ലോ അവിടെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകേണ്ടി വന്നത്. അദ്ദേഹം ഓരോ ദിവസവും കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഒരു പക്ക ബിസിനസ്സുകാരനായ PV അൻവറിന്റെ രാഷ്ട്രീയപരമായ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് സംശയം തോന്നുമാറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ പിണറായി സത്തെ ഞാൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് ഇറങ്ങിപ്പോന്ന PV അൻവർ അതിനുശേഷം ഓരോ ദിവസവും നടത്തിയ രാഷ്ട്രീയപരമായും അല്ലാത്തതുമായ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആയിരുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ നാട്ടിലില്ലാത്ത ബംഗാളിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് പോലും സാധിക്കാതെ വന്ന് ഒരു സ്വതന്ത്രനായി മാത്രം മത്സരിക്കേണ്ടി വന്നു. നമ്മൾ വില കുറച്ച് കാണുന്നില്ല. ഏകദേശം 20,000 അടുത്തോളം വോട്ടുകൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ജോൺസൺ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്കറിയില്ല മതതീവ്രവാദികളുടെ വോട്ട് അദ്ദേഹത്തിന് അനുകൂലമായി വന്നിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് കൃത്യതയുള്ള ധാരണകൾ ലഭിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് ഞാൻ അങ്ങയുടെ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഇപ്രകാരമുള്ള കൃത്യതയോടുകൂടെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെയും ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച സ്വരാജ് തീർച്ചയായും പരന്ന വായനയുള്ള, അറിവുള്ള നല്ലൊരു വാഗ്മിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നവനാണ്. നമ്മുടെ സാംസ്കാരിക നായകന്മാര് രാഷ്ട്രീയപരമായ ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പോയി സ്വരാജിന് വേണ്ടിയിട്ട് സംസാരിക്കുകയുണ്ടായി. എനിക്കറിയില്ല അതൊക്കെ എത്രമാത്രം നമ്മുടെ ജനാധിപത്യ കേരളത്തിന് ഭൂഷണമാണ് എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടാകാം, എന്നാൽ സാംസ്കാരിക കേരളം ഒന്നടങ്കം സ്വരാജിന്റെ കൂടെയാണ്, ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഭിക്ഷാന്തേഹികളായി എന്തെങ്കിലും അവാർഡുകൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാംസ്കാരിക നായകന്മാര് ഇപ്രകാരം അധപ്പതിക്കാൻ പാടില്ല എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? എന്തെങ്കിലും ഗവൺമെന്റുകളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു ചിന്ത എച്ചിൽ കഷ്ണത്തിന് വേണ്ടിയിട്ട്, എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നവനായി നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ കുറെയെങ്കിലും സാംസ്കാരിക നായകന്മാരെന്ന് സ്വയം കരുതുന്നവരും നമ്മളൊക്കെ കരുതുന്നവരുമായി ചിലരെങ്കിലുമൊക്കെ അധപ്പതിക്കുന്നുണ്ട് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയം നമുക്കൊക്കെ ഉണ്ട് വ്യക്തിപരമായിട്ട്, പക്ഷേ അതൊരു സംഘടനയ്ക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുമ്പോൾ ഇപ്രകാരമുള്ള വിമർശനങ്ങളെ കാണാനും കേൾക്കാനും അവർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതല്ലാതെ അന്ധമായ രാഷ്ട്രീയ വിശ്വാസം കൊണ്ട് മാത്രം ഇപ്രകാരം മുൻപോട്ട് പോകുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള, ജനാധിപത്യത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ, മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവര്, ജിജു ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ഈ ദിവസങ്ങളിലാണ് ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ വലിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇറാന് വേണ്ടി മാത്രമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിൽ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ. വലിയ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീക്കള്ളി കൊണ്ട് തലചൊറിയുന്ന പണിയാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ കൊണ്ട് മാത്രം കേരളത്തിൽ ഇലക്ഷനുകൾ അവസാനിക്കുന്നില്ലല്ലോ, തിരഞ്ഞെടുപ്പുകൾ ഇനിയും ഉണ്ടാകില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പ്രബുദ്ധതയുള്ളവരായതുകൊണ്ട്, വാർത്തകൾ ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് പിറ്റേ ദിവസത്തെ പത്രം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്കിന്ന്. അതല്ലെങ്കിൽ വൈകുന്നേരം ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെയൊക്കെ കൈവശമുള്ള മൊബൈൽ ഫോണിലൂടെ ഓരോ നിമിഷവും വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ പ്രബുദ്ധരായ ഒരു കേരളത്തിലാണ് ജീവിക്കുന്നത്, ഭാരതത്തിലാണ് ജീവിക്കുന്നത് എന്ന് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും മനസ്സിലാക്കിയാൽ മുൻപോട്ട് ഇനി വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ, അത് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആകട്ടെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളാകട്ടെ, അതുമല്ലെങ്കിൽ നമ്മുടെ നിയമസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാകട്ടെ, അവയ്ക്കൊക്കെയുമുള്ള ഒരു ദിശാസൂചികയായി ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്ന ഏകദേശം 12,000-ത്തോളം അടുത്തു വരുന്ന ഈ ഭൂരിപക്ഷം തീർച്ചയായും സൂചിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും മതവിഭാഗങ്ങളെ, അത് ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുൻപോട്ട് അതിനുവേണ്ടി മാത്രമുള്ള അക്ഷീണ പ്രയത്നം ആര്യാടൻ ഷൗക്കത്ത് എന്ന നിയുക്ത MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിലമ്പൂരിന് നാളിതുവരെ നൽകിയ വാഗ്ദാനങ്ങൾ പാഴായില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വ്യക്തമാണ് അച്ഛാ, തിരികെ വരാം. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ ലൈറ്റി കമ്മീഷന്റെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇടുക്കി രൂപത AKCCയുടെ പ്രസിഡന്റുമായ ജോർജ് കോയിക്കൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം, സ്വാഗതം. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കാണുന്നത്, പ്രത്യേകിച്ച് AKCCയുടെ ഭാഗത്തുനിന്നും സീറോ മലബാർ സഭയുടെ ലൈറ്റി കമ്മീഷന്റെ ഭാഗത്തുനിന്നുമല്ല? തീർച്ചയായിട്ടും കേരളം വലിയ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച ഒരു ഇലക്ഷനും അതിന്റെ റിസൾട്ടുമാണ് ഇതറിഞ്ഞിരിക്കുന്നത്. നിലമ്പൂര് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റ് വിജയിച്ചിരിക്കുന്നു. അതൊരു ചരിത്രപരമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ ശ്രേണിയിൽ വളരെ ആശാവഹമായ ഒരു ജനാധിപത്യ ഇടപെടലുകൾ വളരെ നല്ലതാണ്, കേരളത്തിന്റെ ജനാധിപത്യങ്ങളിലുള്ള ശുഭോദർക്കമാണ് എന്നൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അതേസമയത്ത് തന്നെ നമ്മൾ 9 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും 1 വർഷം കൂടി ഭരിക്കാമെന്ന് കരുതുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഇലക്ഷൻ ആരംഭിച്ചത്. അത് ജനങ്ങളിൽ വലിയ ആവേശം ഒരുപക്ഷെ നിറച്ചിരുന്നു. ഇരുപക്ഷത്തു നിന്നുമുള്ള ഇതിന്റെ മുന്നണി പോരാളികൾ, ഇതിന് നേതൃത്വം കൊടുത്തവർ വളരെ ശക്തമായി തങ്ങളുടെ വാദഗതികൾ ഉന്നയിക്കുകയും ചെയ്തു. അതിന്റെ എല്ലാം ഫലമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി പ്രതിപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് ജയിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ അറിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കാര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ, ജനങ്ങൾ നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യപ്പെട്ടു. വലിയ തന്ത്രങ്ങളും വലിയ ഇലക്ഷനെ നേരിട്ട് വിജയിക്കാൻ ആവശ്യമായ പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടൽ കൂടിയായിരുന്നു ഈ വോട്ടെടുപ്പും
റിസൾട്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ആ പ്രദേശത്തെ മലയോര മേഖലയിൽ ധാരാളം ആളുകൾ അധിവസിക്കുന്ന മലയോര മേഖലയിൽ ജാതി മത വർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി പ്രത്യേകിച്ച് കർഷകർ, വനത്തോട് ചേർന്ന് താമസിക്കുന്ന പഞ്ചായത്തിലെ ജനങ്ങൾ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുകയും അത് വോട്ടായി പരിണമിക്കുകയും അത് റിസൾട്ടായി രൂപാന്തരപ്പെടുകയും ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല. കത്തോലിക്ക കോൺഗ്രസ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടന എന്ന നിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രത്യേകിച്ച് മലയോര മക്കൾ അനുഭവിക്കുന്ന വലിയ പീഡനങ്ങൾക്കെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങളും വലിയ മുന്നറിയിപ്പുകളും ഒക്കെ നൽകി. ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മറ്റു മന്ത്രിമാരോടും ജനപ്രതിനിധികളോടും ഒക്കെ ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം ശക്തിയുക്തം ഉന്നയിച്ചു. എല്ലാം പരിഹരിക്കാം, ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ പ്രത്യേകിച്ച് കർഷകർക്ക് അനുഭവിക്കാൻ കാര്യമാത്ര പ്രസക്തമായി ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതിന്റെ ഒരു ബഹിർസ്ഫുരണം കൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ടിൽ കാണുന്നത്. തീർച്ചയായിട്ടും വാദഗതിക്ക് നമ്മൾ അംഗീകരിക്കുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ശക്തമായ മുന്നണി പ്രവർത്തനങ്ങൾ നടത്തി, അതിശക്തമായ ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തി, എല്ലാ തന്ത്രങ്ങളും ഒരു പയറ്റി. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യന്റെ മനസ്സിൽ നിന്നുള്ള ഒരു അവകാശം, അംഗീകാരം, ആ വോട്ടാണ് ഇന്നവിടെ പ്രതിഫലിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മലയോര മേഖലയിലെ കർഷകരുടെ നിരാശയുടെയും ദുഃഖത്തിന്റെയും പീഡനങ്ങളുടെയും എല്ലാം ഒരു ബഹിർസ്ഫുരണം ഈ വോട്ടിലുണ്ട് എന്ന് ഭരണകക്ഷികൾ മനസ്സിലാക്കണം. നമ്മൾ എത്രയോ തവണ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇവിടെ വന്യമൃഗാക്രമണം ഇത്രമാത്രം രൂക്ഷമാണ്, ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയണം. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ, ലോകത്തെല്ലായിടത്തും വനങ്ങളുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള വനങ്ങളിൽ വന്യമൃഗങ്ങളുണ്ട്. അതിന് സമീപത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്, കർഷകർ താമസിക്കുന്നുണ്ട്. അവരൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ എത്ര തന്മയത്തമായ എത്ര രാജ്യങ്ങൾ നേരിടുന്നു, പരിഹാരമുണ്ടാക്കുന്നു. കേരളത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഭരണത്തോടുള്ള, ഭരണവർഗത്തോടുള്ള, ഭരണമുന്നണിയോടുള്ള, ഗവൺമെന്റിനോടുള്ള ശക്തമായ പ്രതിഷേധം ഈ ഇലക്ഷൻ റിസൾട്ടിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. അത് അൻവർ പറഞ്ഞോ, അത് പ്രതിപക്ഷത്തിന്റെ ആള് പറഞ്ഞോ, ഭരണപക്ഷത്തിന്റെ ആള് പറഞ്ഞോ, സ്വതന്ത്ര സ്ഥാനാർത്ഥി പറഞ്ഞോ എന്നുള്ളതല്ല പ്രശ്നം. ഈ പ്രശ്നം കറക്റ്റായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഒരു ബഹിർസ്ഫുരണം ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഒരു വിലയിരുത്തൽ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ ഇലക്ഷനെ തുടക്കം മുതൽ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ, ഒരു ഉത്തരവാദിത്തപ്പെട്ട സമുദായ സംഘടനയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണമുന്നണിയെ സംബന്ധിച്ച് അവരുടെ പരാജയത്തിന്റെ ആക്കം വർദ്ധിപ്പിച്ചതിൽ വനം വകുപ്പ് മന്ത്രിക്ക് വലിയൊരു പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ നിസ്സംഗത, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തരാഹിത്യം, അദ്ദേഹത്തിന്റെ നിലപാടുകളില്ലായ്മ തീർച്ചയായിട്ടും ഇതെല്ലാം ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ആളുകൾ ഈ ഭരണമുന്നണി ജനാധിപത്യം ഒരു വലിയ അപജയത്തെ നേരിടുന്ന ഘട്ടങ്ങളെ നമ്മളതിനെ സൂക്ഷിച്ചു വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ശക്തമായ ഒരു ജനാധിപത്യ ബോധം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് കൂടി, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായിട്ട് കൂടി, സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കൂടി ജനങ്ങളുടെ ഒരു പൊതുബോധത്തിൽ മതപരമായ ഒരു വർഗീയതയുടെ അകലം വർദ്ധിച്ചു വരുന്നുണ്ട്, വർഗീയത ഒരു പ്രസരണം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞ് നമ്മൾ ജനാധിപത്യത്തെ വിലയിരുത്തുമ്പോൾ ആൾക്കൂട്ടാധിപത്യം, പണാധിപത്യം, രാഷ്ട്രീയാധിപത്യം, മതവർഗീയാധിപത്യം എല്ലാം ജനാധിപത്യത്തെ പിച്ചു ചീന്തുന്ന, ദുർബലപ്പെടുത്തുന്ന നിരവധി കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിൽ എത്ര ക്രിസ്ത്യാനിയുണ്ട്, എത്ര മുസ്ലിമുണ്ട്, എത്ര ഹിന്ദുവുണ്ട്, എത്ര ഈഴവനുണ്ട്, എത്ര ദളിതനുണ്ട് എന്ന് കണക്കെടുത്തിട്ട് അതിനനുസൃതമായി കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നത് മുതൽ, അതിനനുസൃതമായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് മുതൽ, അതിനനുസൃതമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് മുതൽ ഒക്കെ ഈ ജനാധിപത്യത്തിന്റെ അപജയം സംഭവിക്കുന്നു. കേരളത്തിൽ അത് നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാനായിട്ട് കഴിയും. ഈ നിലമ്പൂർ ഇലക്ഷനിലും തീർച്ചയായിട്ടും നമുക്കത് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് അവിടെ 20% ക്രൈസ്തവരുണ്ട്. ആ ക്രൈസ്തവരുടെ വോട്ട് മേടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് പോകുമ്പോൾ അതിനകത്ത് വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രൈസ്തവരെ സംബന്ധിച്ച് ആ ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഈ ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ അത് ശക്തമായ പ്രതിഷേധമുണ്ട്. ആ ശക്തമായ പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ നമ്മൾ നിരവധി ഏരിയകളിൽ, നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നിന്ന്, ക്രൈസ്തവർ ഒന്നിച്ചു നിന്ന് തീർച്ചയായും ജനാധിപത്യ ബോധത്തോടു കൂടി തന്നെ നമ്മുടെ പ്രതിഷേധം, പ്രതിരോധമൊക്കെ നമ്മൾ അറിയിച്ചു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി. സമാനമായ ലക്ഷ്യത്തോടുകൂടി പ്രാവർത്തികമാക്കിയ മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ റിപ്പോർട്ട് 7 മാസം കൊണ്ട് പൂർത്തീകരിച്ചു.
പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷന്റെ റിപ്പോർട്ട് 7 മാസം കൊണ്ട് നടപ്പിലാക്കി. എത്രയും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളാണ്, അവർ ജാതിയുടെ മതത്തെ. പക്ഷേ നമുക്ക് അർഹമായത് മറ്റൊരു ജനവിഭാഗത്തിന് അർഹമായത് നൽകുന്നില്ല എന്നുള്ള ഒരു വലിയ ദുഃഖം ഈ ജനതയുടെ മനസ്സിലുണ്ട് എന്ന് ഭരണകർത്താക്കൾ വായിച്ചറിയണം. ന്യൂനപക്ഷ ക്ഷേമ കമ്മീഷനിൽ, കോർപ്പറേഷനിൽ ക്രൈസ്തവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തണം. ഒന്നാമത്തെ മെമ്പർ, അതിന്റെ തലവനായിരിക്കുന്ന ഒരു മതത്തിൽപ്പെട്ടയാളാണ് എങ്കിൽ രണ്ടാമത്തെയാൾ മറ്റൊരു മതത്തിൽപ്പെട്ടയാളായിരിക്കണമെന്ന നിർവചനത്തെയും വ്യാഖ്യാനത്തെയും വളരെ തന്ത്രപൂർവ്വം നിയമസഭയിൽ മാറ്റിമറിച്ച് അട്ടിമറിച്ച് അവരുടെ ഇംഗിതം നിറവേറ്റിയവർ, ഇഷ്ടം നിറവേറ്റിയവർ. ഒരു 2ാം ഘട്ടം അധികാരത്തിൽ വരുമ്പോൾ നമ്മളത് ശക്തമായിട്ട് പറഞ്ഞതാണ്. ഇതിനകത്തൊരു അനീതിയുണ്ട്, അത് നടപ്പിലാക്കാനായിട്ട്, മാറ്റം വരുത്താനായിട്ട് തയ്യാറായില്ല. അതിന്റെ ഒരു അമർഷം ഈ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പ്രത്യേകിച്ച് കർഷകരെന്ന നിലയിൽ അവരനുഭവിക്കുന്ന വലിയ പീഡനം, അവഗണന, അവർ നേരിടുന്ന വലിയ പ്രതിസന്ധി, ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം, പാടില്ലാത്ത സാഹചര്യങ്ങൾ, വന്യമൃഗാക്രമണത്തിന് പരിഹാരമില്ലായ്മ, അർഹമായ നഷ്ടം അതിന് നഷ്ടപരിഹാരം നൽകാതിരിക്കുക തുടങ്ങിയ എത്രയോ പ്രശ്നങ്ങൾ, വനാതിർത്തിയോട് ചേർന്നുള്ള പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മലയോര കർഷകരെ അതിശക്തമായി ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇത് ഈ ഗവൺമെന്റ് ചർച്ച ചെയ്യണം. അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് വരുന്നതിന് മുൻപ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അതിനപ്പുറത്ത് ജനങ്ങൾ സംഘടിച്ച് ശക്തരായി അവരുടെ ഉള്ളിലെ വിഷമം വോട്ട് രൂപേണ പ്രതിഫലിക്കുമ്പോൾ അപ്രതീക്ഷിതമല്ലാത്ത തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ നേരിടേണ്ടി വരുമെന്ന് നമ്മൾ നൽകിയ മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി ഭരണപക്ഷത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം, അവരുടെ കർണപുടങ്ങൾ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായത്. അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചും നമുക്ക് ആ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, തലയെണ്ണി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു നിലപാട്, ഇത് ഭരണപക്ഷത്തു നിന്നുണ്ടായാലും നാളെ ഒരുപക്ഷെ ഭരണപക്ഷമായേക്കാവുന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും ജനങ്ങൾ ശക്തമായി സംഘടിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും എന്നുള്ള ഉത്തരബോധം അവർക്കുണ്ടാവുന്നത് നല്ലതാണ്. അതൊരു പൊതുബോധമായി രൂപാന്തരപ്പെടണം. ഈ ഇലക്ഷൻ റിസൾട്ടിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ സൂചിപ്പിച്ച, പ്രത്യേകിച്ച് ഒരു മതവിഭാഗം ക്രൈസ്തവർ നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികൾ, മതചിന്തകൾക്ക് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും നിലമ്പൂർ പോലൊരു മലയോര മേഖലയിൽ, മലയോര കർഷകർ ഒരുപാട് ഉള്ള മേഖലയിൽ സർക്കാരിന് ഒരു ഏറ്റവും തിരിച്ചടി, അത് കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ ചെയ്തിരുന്ന, പ്രത്യേകിച്ച് ഈ ഒരു കർഷകരോട് കാണിച്ചിരുന്ന, മലയോര കർഷകരോട് കാണിച്ചിരുന്ന അവഗണന, തുടർച്ചയായ അവഗണന, ആവശ്യപ്പെട്ട് സമരം ചെയ്ത് വൈദികരും മെത്രാന്മാരും എല്ലാം പൊതുവീതിയിലും റോട്ടിലുമെല്ലാം ഇരുന്നിട്ട് പോലും അതൊന്നും കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സർക്കാരിനുള്ള ഒരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഇലക്ഷനെ നമുക്കതിനെ കാണാൻ സാധിക്കും. ആ ഒരു അർത്ഥത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സർക്കാർ കണ്ണു തുറന്നാൽ ഇനിയുള്ള ഇലക്ഷനിലേക്കെങ്കിലും അത് ഉപകാരപ്രദമാവും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അച്ഛാ, മറ്റൊരു കാര്യം, ജോൺസൺ അച്ഛൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഈ PV അൻവർ അച്ഛൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. PV അൻവർ, അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകളെല്ലാം തന്നെ അത് ഈ പറഞ്ഞ പോലെ ഇവരുടെ ആയിരുന്നു, ഒരു വർഗീയവാദികളുടെ ആയിരുന്നു, വെൽഫെയർ പാർട്ടിയുടെ ആയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ വെൽഫെയർ പാർട്ടി പൊതുമധ്യത്തിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ PV അൻവർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ, PV അൻവർ ഫാക്ടർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെയധികം വലിയ റോള് വഹിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് അറിയാൻ സാധിക്കും, അദ്ദേഹം 19,000-20,000-നടുത്ത് വോട്ടുകൾ നേടിയിട്ടുണ്ട്. 11% വോട്ടുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു സ്വതന്ത്രനായി മത്സരിച്ചിട്ട് പോലും ഇത്ര വോട്ടുകൾ നേടിയിട്ടുണ്ടെങ്കിൽ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ അദ്ദേഹം നല്ലൊരു റോള് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിട്ടില്ലേ? അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് നമ്മുടെ ഈ നാട്ടില് കുറെ സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ റോഡുകൾ, പല മലയോര മേഖലകളെ ബന്ധിപ്പിക്കുന്ന നല്ല റോഡുകൾ അദ്ദേഹം പണിതു. മാത്രമല്ല, ഇവിടെ സ്കൂളുകൾക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പൊതുവിൽ സർക്കാർ ചെയ്ത കാര്യങ്ങളെ ഇവിടെ കുറെ പ്രതിഫലിപ്പിച്ചു. അതിനകത്ത് 2-3 കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ച തരത്തിൽ തന്നെ ഇവിടെ കൊണ്ടുവരാൻ ഇടയായിത്തീർന്നു. എന്നാൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കുന്ന മുനിസിപ്പാലിറ്റി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇവിടെ വേണ്ടുന്ന വിധത്തിലുള്ള ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു LDFന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ അവർക്ക് തിരിച്ചടിയേറ്റത്. ഇവിടുന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള വോട്ടുകളും ലഭ്യമായില്ല. എന്നാൽ മലയോര മേഖലകളിലുള്ള ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിന്
കയറിപ്പറ്റാൻ കഴിഞ്ഞ പല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഒരുപാട് ത്വരിതപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാനായിട്ട്, വികസന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. റോഡും മറ്റ് പാലങ്ങൾ, ആവശ്യമായിരിക്കുന്ന സംരക്ഷണങ്ങളൊക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരങ്ങളൊക്കെ തന്നെ മലയോര കർഷകരെ ഫോക്കസ് ചെയ്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആരാണ് ശരിക്കും ഇത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഇത് സംസാരിപ്പിച്ച ആരാണെന്നും കൂടി നമ്മൾ നോക്കണം. അതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിറം ഇല്ലായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവരുടെ പിൻബലം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇസ്ലാമിക ഗ്രൂപ്പിൽ, മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് ഒരു ഗ്രൂപ്പിന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അപ്പൊ നമ്മള് ഇവിടുത്തെ കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പൊതുവിൽ പറയാൻ കഴിയില്ല, എങ്കിലും പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അദ്ദേഹത്തിന് ജനമനസ്സുകളിൽ കിട്ടിയ സ്വാധീനം എന്ന് പറയുന്നത് അവരുടെ മനസ്സുകളിൽ കിട്ടിയ സ്വാധീനമാണ്. അദ്ദേഹം ഒരു നല്ല തികഞ്ഞ മതവാദിയായി തന്നെയാണ് പലപ്പോഴും രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്, അതൊക്കെ നമുക്കറിയാം. മാത്രമല്ല അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഒരുപാട് അനുകൂലപ്പെട്ട സാഹചര്യങ്ങളെ അദ്ദേഹം മുതലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അദ്ദേഹം ഈ നാട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും വോട്ടുകൾ, 19,700 ചില്ലാനം വോട്ടുകൾ അദ്ദേഹം കരസ്ഥമാക്കിയെന്നുള്ള ചോദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞല്ലോ. ഇടതുപക്ഷം PDP എന്ന് പറയുന്ന ഒരു തീവ്ര, അതിന്റെ സ്ഥാപകന്റെ നിലപാടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ ഉണ്ടായിരുന്ന നിലപാട്, ഇപ്പോൾ അദ്ദേഹത്തിന് മാറ്റം വന്നു എന്നൊക്കെയാണ് ഇടതുപക്ഷക്കാർ പറയുന്നതെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം എവിടെയെങ്കിലും ഒരു കൺഫെഷൻ നടത്തിയിട്ടുണ്ടോ? എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ തീവ്രമായി സംസാരിച്ചുള്ളതും തീവ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ളതും അതെന്റെ അറിവില്ലായ്മ കൊണ്ടായിരുന്നു, അതെന്റെ മതം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, അതെന്നോട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. അവർക്കൊരു മാറ്റവും ആ വിധത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർ കൊടുത്ത പിന്തുണ അതിനെ സ്വാധീനിക്കുകയും, എന്നാൽ മറ്റേ പാർട്ടി കാണിച്ചതായിട്ടുള്ള ആ ഗെയിം, പൊളിറ്റിക്കൽ ഗെയിം, ഞാൻ നേരത്തെ പറഞ്ഞ അതിനെ ഗെയിം എന്ന് നമുക്ക് ശരിക്കും വിളിക്കാൻ പറ്റില്ല, വേറെ പേരിലൊക്കെ വിളിക്കണമെങ്കിൽ നമ്മുടെ ഭാഷ ശുദ്ധമാകേണ്ടതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് ഇവിടുത്തെ മതേതര വിശ്വാസികളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാമെന്നുള്ള കുതന്ത്രം അവിടെ ശരിക്കും ഉപയോഗിക്കുകയും ചെയ്തു. അതില് ഒരുപാട് നമ്മുടെ ആളുകളൊക്കെ വീണു പോകേണ്ടിയായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് പലരും കൃത്യമായി തന്നെ ഇടപെട്ടു. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിജാവസ്ഥ പല ആളുകൾക്കും മനസ്സിലാക്കാനിടയായി. ഇനി മലയോര മേഖലകളിലേക്ക് വരാം. മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ശല്യം നമുക്ക് മാത്രമല്ല എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കുകയാണ്. പ്രത്യേകിച്ച് വനാന്തരങ്ങളിൽ കഴിയുന്ന ഒരുപാട് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ള ഒരു നിയോജക മണ്ഡലമാണിത്. 229 ട്രൈബൽ ഹാംലെറ്റ്സ് ഇവിടെയുണ്ട്. 229 ഹാംലെറ്റ്സ്. ഈ 229 ഹാംലെറ്റ്സിലായിട്ട് അതിനകത്ത് ഒരു 12% ഹാംലെറ്റ്സിലുള്ള ആളുകൾ കാട്ടിലാണ് പാർക്കുന്നത്. കാട്ടിലാണ്. നമ്മള് റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട്, നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ 2 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 8 കിലോമീറ്റർ വനത്തിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ഞാൻ പല ആശയങ്ങൾ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ട്രൈബൽ വിഭാഗത്തിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. ഈ ജില്ലയുടെ അടിസ്ഥാനത്തിൽ തന്നെ 229 ആംബുലൻസില് അന്ന് PRA എടുക്കാനായിട്ട് നമ്മുടെ കോളേജുകളിൽ നിന്നാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന, നമ്മുടെ രാജഗിരി കോളേജിൽ നിന്നും അതുപോലെ തന്നെ സെന്റ് ജോസഫ് കോളേജിൽ നിന്നൊക്കെ ഉള്ള MSW വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഈ ട്രൈബൽ കോളനികളിൽ എല്ലാം ഞങ്ങൾ സന്ദർശിച്ചു. ഈ പറഞ്ഞ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ആ കോളനികളിലെല്ലാം എന്നോടൊപ്പം വന്നു എന്നുള്ളതാണ്. അവിടെ എല്ലാം ഞങ്ങൾ സഞ്ചരിക്കുകയും അവരുടെ എല്ലാം പേരുകൾ അറിഞ്ഞ് അവരെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യും. അപ്പം ഒരു ശരിക്കും ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇവിടെ 3 കോളനികൾ, ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തില് വളരെ വിദൂരതയിലുള്ള 3 കോളനികൾ. ആ കോളനിയിൽ 2 കോളനിയുടെ പേര് അവര് അറിയപ്പെടുന്നത് തന്നെ ആര്യാടൻ കോളനി എന്നാണ്. കാരണം ശ്രീ ആര്യാടൻ മുഹമ്മദ് സാർ ഇവിടെ MLA ആയതിനു ശേഷമാണ് അവിടേക്ക് കരണ്ട് വരുന്നതും അവിടത്തേക്ക് യാത്ര അനുമതിയൊക്കെ ലഭിച്ച കാട്ടിൽ കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ആളുകളെയൊക്കെ പേര് പറഞ്ഞ് വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും അറിവും ഒക്കെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ
മറ്റേ LDF-ന്റെ കാൻഡിഡേറ്റ് വളരെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരൊക്കെ എവിടൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ മത്സരിക്കാൻ പോകുന്നുണ്ടോ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അറിവുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് പുസ്തകപരിജ്ഞാനം ഉണ്ടാകും, ലോക അറിവുകൾ ഉണ്ടാകും, പക്ഷെ മനുഷ്യരെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അമ്പെ പരാജയപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പോലും, ഞാൻ പറയുന്നത് LDF-ന്റെ കാൻഡിഡേറ്റിനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലുള്ള ആളുകളുടെ പേര് പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവര് അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ, ആ പ്രദേശത്തു നിന്നുള്ള ആളുകളൊക്കെ എന്നോട് ചോദിച്ചത്. അപ്പൊ ഒരു കാര്യം എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് പറയാൻ കഴിയും, ഇവിടെ PV അൻവർ നടത്തിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ അനുമോദിക്കുന്നു. എന്നാൽ കാര്യം ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് വളരെ ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയത്. അതിനകത്ത് ഈ മത തീവ്രവാദികളുടെ ഒരൊറ്റ വോട്ട് പോലും ഇല്ല എന്നുള്ളത് സ്പഷ്ടമായിട്ട് എനിക്ക് പറയാൻ കഴിയും. കാരണം അങ്ങനെയുള്ളവരാരും തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയില്ല. അദ്ദേഹത്തെ ശത്രുതയോടുകൂടെ തന്നെ അവർ കാണുകയുള്ളൂ. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA ആയി കഴിഞ്ഞ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ ആരംഭത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അനുമോദനങ്ങൾ അർപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തോട് നമുക്ക് ചെന്നിട്ട്, ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ബാപ്പുട്ടി എന്നാണ് വിളിക്കുന്നത്. ബാപ്പുട്ടി എന്നുള്ള ഒരു പേഴ്സണൽ നെയിമാണ്. ഏത് സമയത്ത് ഓടിച്ചല്ല, ഏത് സമയത്തും വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ ഏത് മീറ്റിംഗിലാണെങ്കിലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ബാപ്പുട്ടി ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ 2 സ്കൂളുകൾ, ഒന്ന് അപ്പോസ്തലിക് കാർമേലുകാരുടെയും മറ്റൊന്ന് ലിറ്റിൽ ഫ്ലവറുകാരുടെയും 2 സ്കൂളുകൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ഒന്ന് കോൺവെന്റ് സ്കൂളാണ്. ആ കോൺവെന്റ് സ്കൂളില് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനന്ന് ഈ പ്രദേശത്തേക്ക് വന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഷൗക്കത്തുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് എത്തിയ ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ കുറച്ച് ദൂരത്തായിരുന്നു. ഇവിടുത്തെ സർക്കിള് എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എൻ്റെ പള്ളി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലാണ്, ഈ കോൺവെന്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ആയിരുന്ന സ്ഥലത്തു നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ബാപ്പുട്ടിയെ വിളിച്ചു. ബാപ്പുട്ടി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. നേരെ എന്നോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ അത് ഏറ്റെടുത്തോളാം, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു. ഞാനിവിടെ കോൺവെന്റിൽ വന്ന് സ്കൂളിൽ വന്ന് സിസ്റ്റേഴ്സിനെ ഒക്കെ കാണാനായിട്ട് കയറി വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച, അവിടെ ഉണ്ടായിരുന്ന പൂച്ചട്ടികളൊക്കെ എടുത്ത് അടിച്ച് അവിടെ എല്ലാം ഈ കൊച്ചുകുട്ടികൾ LKG മുതലുള്ള കുട്ടികളുണ്ട്, അവരെല്ലാം പരിഭ്രാന്തരായിട്ട് നിൽക്കുകയാണ്. സിസ്റ്റേഴ്സും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. കേരളത്തിൽ സംഭവിച്ച കാര്യമാണ്. പക്ഷേ നിമിഷ നേരത്തിനുള്ളിൽ ഈ ബാപ്പുട്ടി എന്ന് പറയുന്ന വ്യക്തി വരികയും ഈ പറഞ്ഞതായിട്ടുള്ള ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എങ്ങോട്ട് ഓടിപ്പോയി എന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലത്തെ ഒരു ഓട്ടം അവർ ഓടുകയും ചെയ്തു. അപ്പം ക്രൈസ്തവ സമൂഹത്തിന്റെ ഏതൊരു കാര്യത്തിനു വേണ്ടി, ക്രൈസ്തവ സമൂഹം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നീതിക്കും ന്യായത്തിനും വേണ്ടി നമ്മൾ അങ്ങനെ നിൽക്കുള്ളല്ലോ. നീതിക്കും ന്യായത്തിനും സത്യത്തിനും വേണ്ടി നിൽക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ആരെക്കാളും നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം MLA ആകും. അടുത്ത പ്രാവശ്യം അദ്ദേഹം ഒരു മന്ത്രിയും കൂടെ ആകട്ടെ എന്ന് ഇപ്പോഴേ ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹിതനായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ നാടിന് പ്രയോജനകരമായ പല കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ പിതാവുണ്ടായിരുന്നപ്പോൾ ആരംഭിച്ച പല കാര്യങ്ങളും ഇതുവരെ 9 വർഷമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എതിർ കാൻഡിഡേറ്റിനോട് വളരെ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ ഗുഡ്നസ് TVക്ക് വേണ്ടി ചോദിച്ചു. അപ്പോഴൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും അവസാനം നമ്മുടെ ചോദ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് 80-20 വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാൻ കഴിയാതെ അദ്ദേഹം മൈക്ക് ഓഫ് ആക്കിയിട്ട് നിർത്തല്ലേ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ക്രൈസ്തവ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെ ഈ നേതാക്കന്മാരുടെ മുമ്പാകെ ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് നമുക്ക് അറിയിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ ഈ 80-20യുടെ വിഷയവും മുനമ്പം വിഷയവും അതോടൊപ്പം തന്നെ ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് 3നും തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ പറഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹം, അതുപോലെ ജോർജ് പൈങ്കാനും പറഞ്ഞതുപോലെ നമ്മളെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടുന്ന വലിയൊരു ആവശ്യകത ഈ കാലഘട്ടത്തിലുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ന്യൂനപക്ഷത്തിന്റെ ഉള്ളിൽ തന്നെ ന്യൂനപക്ഷമാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ലഭ്യമാകേണ്ടുന്നതായ എല്ലാ ആനുകൂല്യങ്ങളും
രാഷ്ട്രീയപരമായിട്ടുള്ളത് അത് നേടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കാരണം നമ്മളാണ് രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന. ജനസംഖ്യാനുപാതത്തിൽ നമ്മൾ വളരെ കുറവാണെങ്കിൽ പോലും ഈ രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ഏറ്റവും അധികം ഉന്നമനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അതിന്റെ പൈനിയേഴ്സ് ആയിട്ടുള്ളതും നമ്മൾ തന്നെയാണ്, നമ്മുടെ പിതാക്കന്മാരാണ്. അതിന്റെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കൃത്യമായി ചോദിച്ചു വാങ്ങിക്കാനുള്ള അവകാശവും ഇവിടുത്തെ ക്രൈസ്തവർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭിന്നിച്ചു പോകരുത്. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സഭകളുടെ പേരിലോ നമ്മൾക്കൊരു ഭിന്നത ഉണ്ടാകാതെ ഐക്യത്തോടുകൂടെ ഈ പുരോഗതിയുടെ കാര്യങ്ങളിൽ നമ്മൾ തുടർന്ന് പ്രവർത്തിക്കുകയും വേണം, സ്വീകരിക്കുകയും വേണം. രണ്ട് വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകുകയും ചെയ്യട്ടെ. ഓക്കെ, വടക്കേക്കരച്ച മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ LDF സർക്കാർ ഇപ്പോൾ ക്രൈസ്തവരുടെ പല ആവശ്യങ്ങളിലും മുഖം തിരിഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മളിപ്പോൾ ചൂണ്ടിക്കാട്ടി ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നിൽക്കുന്ന സർക്കാരിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വർഷമാണ്. 2 തെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പുകൾ ഇനിയും സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ക്രൈസ്തവരുടെ ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ നേരത്തെ പറഞ്ഞ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് സർക്കാർ എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കണമെന്ന് KCBCയും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയും കർദിനാൾമാർ ഒക്കെ ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് മുഖേനയൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടതാണ്. എനിക്ക് വടക്കേര അച്ഛനെ കൃത്യമായിട്ട് അറിയാം, കാരണം അച്ഛൻ PR ആയിരുന്ന സമയത്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഒരു തരത്തിലുമുള്ള എന്താ പറയുക ഒരു ധൃതിയും സർക്കാർ ഇതുവരെ കാണിച്ചിട്ടില്ല, ഇപ്പോഴും കാണിച്ചിട്ടില്ല. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി, ഈ ഒരു തോൽവി പാഠമായി ഉൾക്കൊണ്ടോ, ഇനി അതല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിന് അവസാനത്തെ നിമിഷം ഒരു കണ്ണിൽ പൊടിയിടാൻ, നമുക്കറിയാലോ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വോട്ടുകളെല്ലാം കൂടുതൽ സമാഹരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പല ഗിമിക്സും കാണിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു രീതിയിൽ ഈ ഒരു JB കോശി കമ്മീഷൻ ആയിക്കോട്ടെ, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നപ്പം ഈ വിഷയത്തിലേക്ക് ഒരു ഗിമ്മിക്ക് കാട്ടി പൊതു തെരഞ്ഞെടുപ്പിനെ ഈ സർക്കാർ നേരിടുന്നതിനോട് അങ്ങനെ ഒരു നേരിട്ടാൽ അത്തരത്തിലൊരു ചിന്തയാണോ സർക്കാരിൻ്റെ മുമ്പിൽ? ഈ ജനമെല്ലാം മറക്കും, ഇത്ര നാളും 4 വർഷം ഇട്ട് അവർ വട്ടം കളിപ്പിച്ചാലും അവസാനത്തെ ഒരു വർഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്താൽ, കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും ഒരു കിറ്റിൻ്റെ പേരിലൊക്കെ 2ാം വട്ടം കയറി എന്ന രീതിയിലൊക്കെ പലപ്പോഴും സർക്കാരിനെതിരെയൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലൊരു കിറ്റായിട്ടൊക്കെ നൽകി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ 3ാം വട്ടം ഉറപ്പിക്കാനൊക്കെയാണോ സർക്കാർ ഇനി നോക്കുക? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് നിലകൊള്ളുന്നു എന്ന് നോക്കി അത്തരം സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നയപരിപാടികൾ രൂപീകരിക്കുന്ന, രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് നൽകാൻ പാകത്തിന് നമ്മുടെ ജനാധിപത്യ ബോധം ഉയർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന് പ്രതിനിധിയായി പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജോർജ് ഗോയിക്കിനും അതുപോലെ നിലമ്പൂരിൽ വോട്ട് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺസൺ ചേക്കടിനെ സൂചിപ്പിച്ചതുപോലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുമായി ജനങ്ങൾ നിരന്തരമായി വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയത്ത് ഫോറസ്റ്റ് ആക്ട് അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നു. അത് വന്യമൃഗങ്ങൾക്കും അതുപോലെ തന്നെ കാട് സംരക്ഷിക്കാനും മാത്രമായിട്ട് നമുക്കൊരു മന്ത്രിയുണ്ട് എന്നുള്ളത് അപമാനകരമാണ്, ഒരു സംശയമായിട്ട് ആ കാര്യത്തില്ല. അപ്രകാരം തന്നെയും വ്യവസായ സൗഹൃദമാകുന്ന ഒരു കേരളമാണ് നമ്മുടെ സ്വപ്നം കാണുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ പിന്തിരിപ്പൻ നയങ്ങൾ അവരിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രയോ വ്യവസായ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ പൂട്ടിക്കിടക്കുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അവയൊക്കെ തുറന്നു പ്രവർത്തിക്കുന്നത് വഴിയായി നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ തന്നെയും ജോലി ചെയ്യാനുള്ള അവകാശങ്ങൾ ലഭിക്കുകയാണ്. മറിച്ച് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് കൊടി പിടിച്ച് ലോക്കൌട്ടുകൾ നടത്തി വ്യവസായികൾക്ക് വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാത്തതിനും എത്രയോ ഏറെ പേരാണ് നമ്മുടെ നാട്ടിൽ ഇത് പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഞാൻ മുമ്പോട്ട് വെക്കുക. അതോടൊപ്പം തന്നെയും ഡിജോ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇനി ഒരു വർഷം കൂടിയാണ് ഈ ഗവൺമെന്റിന് മുമ്പിൽ, ഇപ്പോൾ 2ാം പിണറായി വിജയൻ ഗവൺമെന്റിന് മുമ്പിൽ, ഇടതുപക്ഷ ഗവൺമെന്റിന് മുമ്പിലുള്ളത്. ജനങ്ങൾ എല്ലാവരും വരുന്ന വലിയൊരു പ്രശ്നത്തിന് അവർ മറുപടി പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാല് അവർ മദ്യനയം പുതുക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ മദ്യനയം എന്താണ് എന്ന് അവരുടെ പ്രകടന പത്രികയിൽ കൃത്യമായി എഴുതി വെച്ചിട്ട് അതിനെതിരായി ഇടതുപക്ഷ ഗവൺമെന്റ് നാട്ടിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ 94 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നിടത്താണ് ഇന്ന് 1000-ലധികം ബാർ ലൈസൻസുകൾ നൽകി 3 സ്റ്റാർ മുതൽ മുകളിലേക്കുള്ള ബാറുകൾക്ക് അനുമതികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു.
ആരാധനാലയങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടുക്കൽ നിന്നും 300 മീറ്ററെങ്കിലും അകലത്തിലായിരിക്കണമെന്ന് പറയുന്ന ബാറുകൾക്കും മറ്റ് ഔട്ട്ലെറ്റുകൾക്കും ബെൽക്കോ ഔട്ട്ലെറ്റുകൾക്കും മറ്റും അനുമതികൾ കൊടുത്തുകൊണ്ട് എപ്രകാരമാണ് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊള്ളുന്ന ഒരു ഗവൺമെന്റായി ഇടതുപക്ഷ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നത്? നിലമ്പൂരിലെ അമ്മമാര്, പെങ്ങന്മാര്, സ്ത്രീജനങ്ങള് ഈ മദ്യനയത്തിനെതിരെ കൊടുത്ത നല്ലൊരു അടിയാണ് എന്ന് കൂടെ പറയേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെയും ഇവിടെ സംസാരിക്കപ്പെട്ടതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഈ മന്ത്രിമാരുടെ നിറങ്ങേണ്ട കാര്യമില്ല. കാരണം ഇത് ജനാധിപത്യ ഗവൺമെന്റ് നമ്മുടെ അവകാശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രിമാരെ നിയോഗിച്ചിരിക്കുന്നത്. എന്തിനാണ് മന്ത്രിമാർക്കും MLA-മാർക്കും ശമ്പളം കൊടുത്ത് ജനപ്രതിനിധികളാക്കി അവർക്ക് പേഴ്സണൽ സ്റ്റാഫിനെ കൊടുത്ത് അകമ്പടി വാഹനങ്ങൾ കൊടുത്ത് അവർക്ക് ഉണ്ണാനും ഉടുക്കാനും ഫോൺ വിളിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മുടെ പൈസയെ അവർക്ക് കൊടുക്കുന്നത്? നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ലേ അവരൊക്കെ ഈ സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്, ശമ്പളം എടുക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുന്ന ഇപ്രകാരമുള്ള ഈ ജനപ്രതിനിധികള് നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം നമ്മൾ മുമ്പോട്ട് വെക്കുക. അതോടൊപ്പം തന്നെയും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞാൻ പറയുമ്പോൾ ഈ നാടിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണറുടെ ഉന്നതമായ ഒരു ഓഫീസ് പോലും ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കേവലം ഹിന്ദുത്വം അതിന്റെ മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സമയത്താണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ആരുടെയും മതത്തിന്റെ വർഗീയത അറിയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അപ്രകാരമുള്ള നിലപാടുകളുമായി ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളും മുൻപോട്ട് പോകുന്നത് ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ദിവസങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു, വോട്ടെടുപ്പുകൾ നീതിന്യായ വ്യവസ്ഥയിൽ ചേരുന്ന രീതിയിലല്ല സംഭവിക്കുന്നത് എന്നൊക്കെ. അതിനെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റുകൾക്കില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യം ഉറക്കം നടിക്കുന്നത്, അല്ലെങ്കിൽ പരിഹരിച്ച് തള്ളിക്കളയുന്നത്, മുഖവിലക്കെടുക്കാതെ പോകുന്നത് എന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതൊരു ജനപ്രതിനിധിയും ഏതൊരു ഗവൺമെന്റും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ ഇനി മുൻപോട്ട് ഒരു വർഷം കൂടിയുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉടനെ വരാൻ പോകുന്നു. അതിനുശേഷം പൊതു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കൃത്യമായി ഹോംവർക്ക് ചെയ്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കാൻ പദ്ധതികൾ ഒരുക്കുന്നുവെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു കാലം നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും ആ ഒരു പൗരബോധം, ജനാധിപത്യ ബോധം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ബൈ ഇലക്ഷൻ ആയിട്ട് പോലും 75% വോട്ട് നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ മാധ്യമങ്ങളെയും ഒക്കെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അത്രമാത്രം പ്രബുദ്ധതയുള്ള ഒരു ജനവിഭാഗമായി നമ്മുടെ ജനം മാറിയിട്ടുണ്ട്. കാരണം വോട്ടാണ് നമ്മുടെ അവകാശം, വോട്ടാണ് നമ്മുടെ ആയുധം. അതുകൊണ്ട് അത് കൃത്യതയോടുകൂടെ വിനിയോഗിക്കാൻ ഇനി മുമ്പോട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് സാധിക്കട്ടെ എന്നുള്ള ആശംസയാണ്. അപ്രകാരം ചെല്ലുമ്പോൾ മാത്രമേ ഈ പ്രകാരമുള്ള ഭരണ നേതൃത്വങ്ങൾക്ക് കൃത്യതയുള്ള മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് ഇടതുപക്ഷമാകട്ടെ, വലതുപക്ഷമാകട്ടെ, അല്ലെങ്കിൽ മധ്യപക്ഷമായിക്കൊണ്ട് ആരുമായിക്കൊള്ളട്ടെ, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള കൃത്യതയുള്ള ഒരു താക്കീത് നിലമ്പൂർ ബൈ ഇലക്ഷൻ റിസൾട്ട് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും ഞാൻ കൊടുക്കുന്നു. നമുക്ക് മുൻപോട്ട് ഇപ്രകാരമുള്ള ജനാധിപത്യ ബോധത്തെ, മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഡിജോ വടക്കേക്കര അച്ഛൻ പറഞ്ഞു ഒരു വാക്കുകൂടെ പൂരിപ്പിച്ചോട്ടെ. ബഹുമാനപ്പെട്ട വടക്കേക്കര അച്ഛൻ പറഞ്ഞതുപോലെ ആ JB കോശി കമ്മീഷന്റെ കാര്യത്തില് ചില 1.5 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ പനക്കലച്ചന്റെ നേതൃത്വത്തില് PJ ആന്റണി സാറും അഡ്വക്കേറ്റ് ജഷൻ പള്ളിവാതിക്കലും ദേവശ്രീ അതുപോലെ ഞങ്ങള് ഇത്രയും പേരെ അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിക്കുകയും നമ്മുടെ മന്ത്രി, ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വിളിപ്പിക്കുകയും നമ്മളോട് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് എത്രയും വേഗത്തിൽ 2 ആഴ്ചക്കുള്ളിൽ, അദ്ദേഹം 1.5 വർഷം മുമ്പ് പറഞ്ഞാണ്, 2 ആഴ്ചക്കുള്ളിൽ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർഡറായിട്ട് ഇറക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് നമുക്ക് അനുകൂലമായ നിലപാടെടുക്കുക. 1.5 വർഷം കഴിഞ്ഞു, ഇന്ന് വരെ അത് വെളിച്ചം കണ്ടിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനും പറഞ്ഞു, അതുപോലെ അഡ്വക്കേറ്റും പറഞ്ഞു. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ ഉള്ളൂ. നമ്മുടെ ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മളിൽ ഭിന്നതയുണ്ടെങ്കിൽ, നമ്മളിൽ അനൈക്യമുണ്ടെങ്കിൽ അതിനെ മുതലെടുക്കാൻ മാത്രമേ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ രാഷ്ട്രീയത്തിലുണ്ടാകണം, നമ്മുടെ ആളുകൾ അറിയണം നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ മതപരിവർത്തനമല്ല ക്രൈസ്തവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ക്രൈസ്തവന്റെ ലക്ഷ്യമേ അല്ല, മറിച്ച് മനപരിവർത്തനമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ പരിവർത്തനങ്ങളാണ്. ആ മനുഷ്യന്റെ പരിവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന, അധ്വാനത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ക്രൈസ്തവന്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സർക്കാരാണെങ്കിലും ആ സർക്കാരിനുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കാനും കൂടെ ബാധ്യസ്ഥരാണെന്നും കൂടെ അറിയിക്കട്ടെ. തീർച്ചയായിട്ടും. ശ്രീ ജോർജ് കോയിക്കൽ, BJP ചില തന്ത്രങ്ങൾ അത് നിലമ്പൂരിൽ ഫലവത്തായോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതില്ലേ? കാരണം ക്രൈസ്തവൻ്റെ വോട്ട് BJPക്ക്, അതായത് യാതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ക്രിസ്ത്യാനിയുടെ വോട്ട് നമ്മൾ അടിയറവ് വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സഭാ നേതൃത്വം പിതാക്കന്മാരും എല്ലാം പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ക്രൈസ്തവരുണ്ട് പ്രത്യേകിച്ച്. പക്ഷേ ചില കോണുകളിൽ നിന്ന് ഇപ്പോൾ നിലമ്പൂരിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ വെച്ചത് ക്രൈസ്തവൻ്റെ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവൻ്റെ വോട്ടുകളെല്ലാം BJP സ്ഥാനാർത്ഥിക്ക് പോകണമെന്ന തരത്തിലൊക്കെ ചില ചർച്ചകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും എല്ലാം വന്നിരുന്നു. അത്തരത്തിൽ ഒരു മാറ്റം നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ടോ? ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ, കാരണം കഴിഞ്ഞ വർഷം 2021 അവർ നേടിയ 8595 വോട്ടുകൾ, അതിൽ നിന്ന് വെറും 100 ചില്ലാനം, അതായത് അത്രയും ഇല്ല, 8648 വോട്ടുകൾ മാത്രമാണ് BJPക്ക് നേടാനായത്. വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ അതിൽ കുറവും വന്നിട്ടുണ്ട്. ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു BJP രാഷ്ട്രീയക്കാരെല്ലാവരും കോൺഗ്രസിന്, UDFന് വോട്ട് ചെയ്തു, അതുകൊണ്ടാണ് തോൽക്കാനിടയായതും എന്നെല്ലാം ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു AKCCയുടെ ഒരു സാമൂഹിക, സീറോ മലബാർ സഭയുടെ സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയുടെ പ്രസിഡന്റ് നിലയ്ക്കും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടായിരുന്നോ നിലമ്പൂർ? അതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യമുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ അടുത്ത കാലത്തായിട്ട് വരുന്നത്. നമ്മൾ കോഴിക്കോട് സമ്മേളനത്തിലും താമരശ്ശേരിയിലെ സമ്മേളനത്തിലും എല്ലാം നമ്മൾ ഉന്നയിച്ച, പ്രത്യേകിച്ച് സമുദായ സംഘടന എന്നല്ല, വളരെ ആലോചിച്ച് തീരുമാനിച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം, 2 പ്രധാനപ്പെട്ട പ്രസ്താവനകളുണ്ട്. ഒന്ന്, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അത് ക്രൈസ്തവ സമുദായത്തിന്റെ വില്ലായ്മയിൽ നിന്ന്, കണ്ണീരിൽ നിന്ന്, വേദനയിൽ നിന്ന്, അവഗണനയിൽ നമ്മൾ ഉയർത്തിയെടുത്തൊരു മുദ്രാവാക്യമാണ്. ഭരണകക്ഷിക്ക് നമ്മളെ വേണ്ടെങ്കിൽ അവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയപ്പെടുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മളെ വേണ്ട, നമുക്കും അവരെ വേണ്ട. പ്രതിപക്ഷത്തോട് തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലുള്ള നമ്മുടെ നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്താണ് കത്തോലിക്ക സഭ പുതിയ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നോ, അതുമല്ലെങ്കിൽ അഭിമന്യ പാമ്പ്ളാനി പിതാവിന്റെ ഒരു പരാമർശത്തെ നമുക്ക് 50 രൂപ കൂടി തന്നാൽ, മീൻസ് നമുക്ക് ന്യായമായ ഒരു വില റബ്ബറിന് തന്നാൽ നമ്മൾ ഹൃദയം കൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞ ഒരു നിലപാടിനെ ഒരു രാഷ്ട്രീയ അടവ് തന്ത്രമായിട്ട് മാറ്റിയതിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ. ബിജോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ഷനിൽ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഉൾപ്പെടെ അതിനെയും BJP ഗവൺമെന്റിനോട് നമ്മൾ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ വനസംരക്ഷണ നിയമത്തെ ആവാദചൂടം ചൂഴ്ന്നു നിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങളാണ് എങ്കിൽ ഈ മനുഷ്യനെ സംരക്ഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അവർക്കില്ലേ? അതിനാവശ്യമായ ഭേദഗതി വരുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലേ? കേരളത്തിൽ മലയോര മേഖല, പ്രത്യേകിച്ച് കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ മെയ് മാസം 15-ാം തീയതി സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വിധി, ആ വിധി കേരളത്തിലെ എല്ലാ മേഖല, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകൾ, മലയോര മേഖലകളിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വനമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ഭൂമി പട്ടയം കൊടുത്താണെ പോലും അത് ഗവൺമെന്റ് ആവശ്യം ഉപയോഗിച്ചാണ് അത് തിരിച്ചു പിടിച്ച്, റവന്യൂ വകുപ്പിൽ തിരിച്ചു പിടിച്ച് വനഭൂമിയാക്കണമെന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് നയം, അമെന്റ്മെന്റുകൾ. കേരള ഗവൺമെന്റിനോട് നമുക്ക് അതാ പറയാനുള്ളത്. മനുഷ്യരുടെ ഭൂമി, പട്ടയഭൂമി ക്രയവിക്രയം ചെയ്യുമ്പോൾ, കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് മേൽനോട്ടം വഹിക്കാൻ, അതിന് NOC നിരക്ഷേപ സർട്ടിഫിക്കറ്റ് തരാൻ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തുന്ന കിരാതമായ നടപടി, ഇതെല്ലാം നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ടെ. നിർമ്മാണ നിരോധനം എത്ര കാലമായി കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധി. സാധാരണക്കാരൻ എന്തോരം പണം ദുർവ്യയം ചെയ്ത് അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടുത്തെ മുൻപത്തെ പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചു, ചെല്ലാനത്തെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ അങ്ങനെ നിരവധിയായ മേഖലകളിൽ നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കാൻ
പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് കത്തോലിക്ക സഭ നിൽക്കുന്നുണ്ട്. മറ്റാരേക്കാൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ പതിറ്റാണ്ടുകളായി സമരഭൂമിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ, ക്രൈസ്തവ സമുദായമാണ് എപ്പോഴും ഈ ഭൂമിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസിലും ഒക്കെ നേതൃത്വത്തിൽ, സഭയുടെ നേതൃത്വത്തിൽ, രൂപതകളുടെ നേതൃത്വത്തിൽ അതിനെല്ലാം രാഷ്ട്രീയമായി ദുർവ്യാഖ്യാനം ചെയ്തൊരു പ്രവണതയുണ്ട്. അത് മാത്രമാണ് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. എനിക്ക് അച്ഛൻ സൂചിപ്പിച്ചതിന്റെ ബാക്കിയായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിർമ്മാണ നിരോധനം ഉൾപ്പെടെ വനം വകുപ്പിന് അന്യായമായ അധികാരം നൽകി കർഷകരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെ, നമ്മുടെ ഈ തൊമ്മൻകുത്തിലെ കുരിശു പറിച്ച സംഭവം ഒക്കെ നമ്മൾ അതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. ഈ ഭൂമി മുഴുവൻ വനമാക്കി തീർക്കുവാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഫലമായി വനം വകുപ്പിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ എത്രയോ കാലമായി കണ്ണുനീരോടുകൂടി വിലപിക്കുകയാണ്. ഇത്രയോ കാര്യമായി അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുക. ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നവരോട് നമുക്ക് പകരം വീട്ടാൻ, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, മധുര പ്രതികാരം തീർക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വേളയിൽ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇത് ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും അത് തന്നെയാണ് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനുള്ളത്. ഇവിടെ വനങ്ങൾ സംരക്ഷിക്കപ്പെടണം, വന്യമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആർക്ക് വേണ്ടി? അത് മനുഷ്യന് വേണ്ടിയാണെന്നുള്ളത് കാര്യം മറന്നു പോകരുത്. മനുഷ്യന് വേണ്ടിയാണ് വനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്, മനുഷ്യന് വേണ്ടിയാണ് വന്യമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്. അതല്ലാതെ വള്ളം അത് വെള്ളത്തിലാണ് കിടക്കേണ്ടത്. വെള്ളം വള്ളത്തിൽ കിടന്നാൽ സർവനാശമാണ് ഫലം. ഇന്ന് മലയോര മേഖലയെ നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി അതാണ്, വലിയ ദുരന്തം അതാണ്. കാർഷിക മേഖല അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി അതാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങളും വേണ്ട എന്ന് വെക്കുമ്പോൾ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരാണ്. ഇവരെല്ലാം കേന്ദ്ര ഗവൺമെന്റ് BJP-യോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നവർ വ്യാഖ്യാനിക്കുന്ന നിലപാടുകൾ തികച്ചും തെറ്റാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്നതല്ല. അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ് അതിന്റെ സ്വപ്നം കാണുന്നത്. നമ്മൾ അത് ആരോടും, സഭയാട്ടെ സമുദായ സംഘടനയാട്ടെ, ആരോടും നമ്മൾ അത്തരം വാക്കുകൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിലമ്പൂര് കൊണ്ട് പേര് മാത്രം ക്രിസ്ത്യാനി ഏതെങ്കിലും പാർട്ടി നടത്തിയെടുത്ത് അവിടെ കൊടുത്ത NDA-യുടെ ചിഹ്നത്തിൽ നിർത്തി മത്സരിപ്പിച്ചാൽ ഉടനെ കത്തോലിക്കരെല്ലാവരും അങ്ങോട്ട് ഒഴുകിയെത്തുന്നു, അദ്ദേഹത്തെ ജയിപ്പിക്കും, അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്ന മലർപ്പൊടിക്കാരുടെ സ്വപ്നമല്ലേ? നമുക്കെവിടെയാ നീതിക്ക് വേണ്ടിയുള്ള നിലപാടാണ്. അച്ഛൻ ജോൺസൺ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ എത്രയോ കൃത്യമായ രീതിയിൽ പൗരബോധത്തോടുകൂടി ഉത്തമ പൗരനെ പോലെ നിന്നുകൊണ്ട് ഈ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരാണ് ക്രൈസ്തവർ. അതിന് നേതൃത്വം നൽകിയവരാണ്, അത് കനത്ത സംഭാവന നൽകിയവരാണ്. വിദ്യാഭ്യാസ രംഗത്ത്, അജപാല ശുശ്രൂഷ രംഗത്ത്, സാഹിത്യ രംഗത്ത്, വായനയുടെ രംഗത്ത്, എത്രയോ മേഖലകളിൽ നമുക്ക് സാധ്യമായതെല്ലാം ഈ ക്രൈസ്തവ സഭയുടെ നേതൃത്വം ചെയ്തതാണ്. അപ്പൊ നമ്മുടെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക, അതിലുപരി രാഷ്ട്രീയമായി വക്രീകരിക്കുക, അത് ശരിയായ നിലപാടല്ല. അത്തരം സ്വപ്നങ്ങൾ കാണുന്നവർ മൂഢസ്വർഗത്തിലാണ്. അതേ നമുക്ക് അവരോട് പറയാനുള്ളൂ. നീതി നടപ്പിലാക്കണം. അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ, പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷന്റെ കാര്യത്തിൽ കാണിച്ച സ്പീഡ്, അവധാനത, സ്നേഹം, പ്രതിബദ്ധത, അതൊന്നും എന്തിയ ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ കാര്യത്തിൽ കാണിക്കാൻ കഴിയാത്തത്? അത് ഹൃദയവേദനയാണ്. അത് നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ്, പ്രതിരോധിക്കേണ്ടതാണ്. ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്തിന് പരിഹാരം ഉണ്ടാക്കാത്തത്? നമ്മൾ കണ്ടില്ലേ, ഈ വാൽപ്പാറയിൽ 4 വയസ്സുള്ള ഒരു കൊച്ചിനെ വന്യമൃഗം വീട്ടിനകത്തുനിന്ന് കളിച്ചോണ്ടിരുന്ന കൊച്ചിനെ കടിച്ചെടുത്ത് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. തിന്നുകയല്ല ചെയ്യുന്നത്, കൊന്നുകളഞ്ഞു. അത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ ജീവൻ ശരീരത്തു നിന്ന് പിരിയുമ്പോഴും, അത് ബോധവും മറയുമ്പോഴും അതിനെ കടുവ അല്ല വന്യമൃഗം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഉണ്ടായ സംഭവമല്ല, പലയാവർത്തി ഉണ്ടായി. അതിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇതിനെ രാഷ്ട്രീയ വക്രീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റായ നിലപാടാണ്. നമുക്ക് അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ദിശാബോധത്തോടു കൂടിയ നിലപാടുകളുണ്ട്. അത് നീതിക്ക് വേണ്ടിയുള്ള നിലപാടാണ്, അത് സത്യത്തിന് വേണ്ടിയുള്ള നിലപാടാണ്, അത് ഭരണഘടനാനുസൃതമായ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. ആ കാര്യം തർക്കമില്ല. ഭരണഘടനാനുസൃതമായി ക്രൈസ്തവ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് തരണം. അതിനെ അച്ഛൻ മുമ്പ് ജോൺസൺ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സംഘടിതമായി ഏതെങ്കിലും സംഘികളുടെ പേരിൽ, ഏതെങ്കിലും സംഘടനയുടെ പേരിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാം. അതിനെയെല്ലാം തകർത്തെറിയാം. നമ്മുടെ സ്കൂളുകൾ തകർക്കാം, നമ്മുടെ ആരാധനാലയങ്ങൾ തകർക്കാം, നമ്മുടെ വിശ്വാസം തകർക്കാം, നമ്മളെ നിശബ്ദനാക്കാം എന്ന് കരുതുന്നെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു പക്ഷത്ത് സംഭവിക്കുകയും ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുകയും ചെയ്താൽ സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്കുണ്ട് എന്നാണ് ബിജോയ്ക്ക് സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീ ജോർജ് കോയിക്കൽ പറഞ്ഞ പോലെ തന്നെ നിലമ്പൂരിലെ ക്രൈസ്തവർ 40,000 ക്രിസ്ത്യൻ വോട്ടുകളാണ് നിലമ്പൂരിലുള്ളത്. ആ 40,000 വോട്ടുകൾ അവർ വ്യക്തമായ ദിശാബോധത്തോടു കൂടി തന്നെ വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആരെയും തൊഴുത്തിൽ കെട്ടാനല്ല,
എന്നത് വളരെ വ്യക്തമായി തന്നെ നിലമ്പൂരിലെ ക്രൈസ്തവർ അത് നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായിട്ട് ഈ ഒരു UDF ഒരു കരുത്ത് കാട്ടി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. അത്തരത്തിൽ ശ്രീ VD സതീശൻ്റെ ഒരു റോൾ, ജോൺസൺ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്കുന്ന രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ഇതൊരു ടീം വിജയമാണ് എന്ന് പറയുന്നു. എങ്കിലും VD സതീശൻ അദ്ദേഹത്തിന് എടുത്ത നിലപാടുകൾ, അൻവർ വിഷയത്തിൽ അൻവറിനെ UDF എടുക്കേണ്ട എന്നെടുത്ത ഒരു നിലപാട്, അൻവർ തെരഞ്ഞെടുപ്പിന് ആദ്യം തന്നെ VD സതീശനെതിരെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നു. എങ്കിൽ കൂടി എടുത്ത നിലപാടിൽ ഒരു മാറ്റവുമില്ലാതെ ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു UDF നേതൃത്വം, അല്ലെങ്കിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന UDF നേതൃത്വം, അവരുടെ ഒരുമയിൽ നിന്ന് കിട്ടിയ ഒരു വിജയമാണിത്. അപ്പോൾ അത്തരത്തിൽ VD സതീശൻ്റെ ഒരു നേതൃത്വം അത് എത്രത്തോളം ഈ ഒരു UDF മുന്നോട്ട് ഇത്രയും വിജയങ്ങൾ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? അത് ലിജോ, നമ്മൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു യൂണിറ്റി ആയിരുന്നു ഇപ്രാവശ്യം നിലമ്പൂരിൽ കണ്ടത്. നമുക്കറിയാവുന്ന പോലെ VD സതീശൻ സാറ് ആരംഭം മുതൽ അവസാനം വരെ താക്കീത് ചെയ്യേണ്ടവരെ താക്കീത് ചെയ്യുകയും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുകയും ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. അത് വളരെ ജ്ഞാനത്തോടു കൂടിയാണ്, കൂട്ടായിട്ടുള്ള ആലോചനയോടുകൂടിയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒപ്പം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ. പ്രത്യേകിച്ച് അൻവറിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് ലീഗ് അദ്ദേഹത്തെ ഇങ്ങ് എടുക്കണമെന്ന് പറഞ്ഞു. ഇല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം ഈ VD സതീശൻ സാറിനോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ആ കാര്യത്തിലൊക്കെ നല്ല തീരുമാനങ്ങളിൽ നിലനിന്നത്. കൂടാതെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഒരു നല്ല ഒരു നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം VD കാണിക്കുന്ന നല്ല ഒരു സുഷ്കാന്തി ഉണ്ടല്ലോ, അത് വളരെ ചാരിതാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ചാണ്ടിയുമ്മൻ അവനെ അടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 3000 ചില്ലോനം വീടുകൾ ഓടിക്കയറി എന്നുള്ളതാണ്. ഓടിക്കയറി അപ്പനേക്കാളും വേഗത്തിൽ മകൻ ചെന്ന് ജനഹൃദയങ്ങളെ കവർന്നെടുത്തു. അതുപോലെ അബിൻ വർക്കി ഇതുപോലുള്ള പിള്ളേര് മാക്കൂട്ടില് ഒരു ചെറിയ തെറ്റ് ചെയ്തു. അതിന് സതീശൻ സാറ് വളരെ കൃത്യമായിട്ട് വഴക്ക് പരസ്യമായി തന്നെ പറയുകയും കുറച്ച് ദിവസത്തേക്കൊക്കെ മാങ്കൂട്ടത്തിനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു. ഷാഫി പറമ്പില് എടുത്തു പറയേണ്ട ചെറുപ്പക്കാരാണ്. ഇങ്ങനെ ഒരു ശരിക്കും നമ്മുടെ രാഷ്ട്രത്തിൽ എങ്ങനെയായിരിക്കണം രാഷ്ട്രീയക്കാരെന്നുള്ളതിന്റെ നേർ തെളിവായിരുന്നു നിലമ്പൂരിൽ നടന്ന ഈ വലിയ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പില് അതുപോലെ നമ്മുടെ ഡോക്ടർ മാത്യു കുഴനാട്, ഇങ്ങനെയുള്ള ആളുകൾ, അതുപോലെ രാജു പി നായർ, എല്ലാവരെയും പേരെടുത്ത് പറയാൻ എല്ലാവരും ഉണ്ട്. ചാമക്കാലയായിരുന്നു ഇവിടെ ഓഫീസിന്റെ ഒക്കെ ചുമതല. അപ്പൊ എല്ലാവരും അവിടെ സജീവമായിരുന്നു. ആരും എക്സംപ്റ്റഡ് ആയിരുന്നില്ല. എല്ലാവർക്കും അവരുടെ റോൾ ഉണ്ടായിരുന്നു. റോജിക്കായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ചുമതല, അതുപോലെ ശ്രീകണ്ഠനോടൊപ്പം. അപ്പൊ അവരെല്ലാവരും ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതിന്റെ ഒരു വിജയമാണ്. അതിനകത്ത് രണ്ട് കാര്യം കൂടെ നമ്മൾ അഭിനന്ദനത്തിനായിട്ട് അദ്ദേഹത്തെ ഓർക്കണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് തോൽവി സംഭവിച്ചാൽ അതെന്റെ മാത്രം കുറ്റമായിരിക്കും, ഞാനായിരിക്കും അതിന്റെ ഉത്തരവാദി. എന്നാൽ വിജയിച്ചാൽ അതൊരു ടീം വർക്കായിരിക്കും. ശരിക്കും നല്ലൊരു രാഷ്ട്രീയ നേതാവിന്റെ തന്മയത്വമാർന്ന വാക്കുകളാണത്. വിജയം വരിക്കുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടാണെന്ന് പറയാതെ അത് ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള ഒരുമിച്ചുള്ള UDF ടീം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ഒരു ബോധ്യം അതിനി വരുന്ന തലമുറകൾക്കും ഉണ്ടാകട്ടെ. നല്ലൊരു രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ. എല്ലാ വിധത്തിലും കറപ്ഷൻ ഇല്ലാത്ത, എനിക്ക് തോന്നുന്നത് ഇനിയും വരുന്ന തലമുറ കറപ്ഷനോട് വളരെ ആന്റി കറപ്റ്റഡ് ആയിട്ടുള്ള തലമുറയായിരിക്കും വരാൻ പോകുന്നത്. കാരണം അവർ കണ്ടും കേട്ടും മടുത്തിട്ടുണ്ട് ഈ കറപ്ഷനൊക്കെ. അങ്ങനെ ഇല്ലാത്ത ഒരു ഭരണകൂടം നമുക്കുണ്ടാകട്ടെ. തീർച്ചയായിട്ടും നീതിയും ന്യായവും നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ തക്കവണ്ണം പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തേക്ക് വരികയാണെങ്കിൽ സാധിക്കുമെന്ന് നമ്മൾ ഓൾറെഡി അദ്ദേഹത്തോട് നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു. അത് നടപ്പിൽ വരുവാൻ ഇടയാകട്ടെ. ഒരിക്കലൂടെ നമ്മുടെ നിയുക്ത MLAക്ക് നമ്മുടെ എല്ലാവരുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവുകങ്ങൾ, ജനാധിപത്യ വിശ്വാസികളുടെ ഭാവുകങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും വെച്ചാൽ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ചർച്ച ചെയ്ത പല വിഷയങ്ങളും UDF അവർ മുന്നോട്ട് വെച്ച പല വാഗ്ദാനങ്ങളും അത് നിറവേറ്റാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. LDF ആണെങ്കിൽ അവർക്ക് സംഭവിച്ച തെറ്റ്, എവിടെ അവർക്ക് അടിപതറി എന്നുള്ള ചില തിരിച്ചറിവുകൾ, ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പല കാര്യങ്ങളും അവർക്ക് നൽകുന്ന തിരിച്ചറിവുകളായിരുന്നു.
ആ തിരിച്ചറിവുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർക്ക് ഇനിയും സാധിക്കട്ടെ. BJP അവരുടെ അവസ്ഥ എത്രത്തോളമാണ്, എങ്ങനെ രീതിയിൽ ഈ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കണ്ടു എന്നുള്ളത് മനസ്സിലാക്കി തന്നെ അവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ. ഈ ഒരു ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും UDF-നും ആര്യടൻ ഷൗക്കത്തിനും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരുപാട് നന്ദി. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ആന്റണി വടക്കേക്കര അച്ഛൻ, ജോൺസൺ തേക്കടയിൽ അച്ഛൻ, അതോടൊപ്പം തന്നെ ശ്രീ ജോർജ് കോയിക്കൽ, ഇവർക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. നിലമ്പൂർ തിരിച്ചുപിടിച്ച് UDF കരുത്ത് കാട്ടി. ആര്യടൻ ഷൗക്കത്തിന് ഇത് മിന്നും വിജയം. മലയോര കർഷകർ ഏറെയുള്ള മണ്ണിൽ ഷൗക്കത്തിനി ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. ജനസമ്മതനായ നേതാവിനെ ജനം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പും കൂടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. നിങ്ങളിനി മാറി ചിന്തിച്ചില്ലെങ്കിൽ ജനം മാറി ചിന്തിക്കാൻ നിർബന്ധിതരാകും. നന്ദി.